കടലിനു ഭ്രാന്തി പിടിച്ച് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ആ കപ്പൽ പെരിയാറിന്റെ അഴിമുഖത്തേക്ക് പതുക്കെ പ്രവേശിക്കുന്നത്. മാർക്കസ് എന്ന റോമൻ വ്യാപാരി കപ്പലിന്റെ മുൻവശത്തെ തടിവേലിയിൽ മുറുകിപ്പിടിച്ചു നിൽക്കുകയാണ്. ക്ഷീണം കൊണ്ട് അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. ഉപ്പുവെള്ളം കലർന്ന വായുവാൽ അവന്റെ മുഖം വരണ്ടിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം രാത്രിയും പകലും ഉറക്കമില്ലായിരുന്നു. അറബിക്കടലിലെ മൺസൂൺ കാറ്റ് ഒരു രാക്ഷസനെ പോലെയാണ് പെരുമാറിയത്. കപ്പലിന്റെ പായകൾ കീറിപ്പറഞ്ഞു. കൂറ്റൻ തിരമാലകൾ കപ്പലിന്റെ മുകളിലൂടെ അടിച്ചു കയറി. എങ്ങനെയോ ഭാഗ്യം കൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു. ഇപ്പോൾ ആ ഭീകരമായ കടൽ ശാന്തമായിരിക്കുന്നു. നീലനിറമുള്ള ഉപ്പുവെള്ളം പതിയെ കലങ്ങി ചെളിയുടെ തവിട്ടു നിറമുള്ള പുഴവെള്ളമായി മാറുന്നത് മാർക്കസ് ശ്രദ്ധിക്കുന്നു. വായുവിൽ ഉപ്പിന്റെ മണം കുറഞ്ഞ് പകരം നനഞ്ഞ മണ്ണിന്റെയും ചീഞ്ഞ ഇലകളുടെയും ഒരു പുതിയ ഗന്ധം നിറയുന്നു. അതൊരു മോശം ഗന്ധമല്ല, മറിച്ച് ജീവന്റെ ഗന്ധമാണ്. മാസങ്ങളായി അനുഭവിച്ചിട്ടില്ലാത്ത ഒന്ന്. അവരുടെ കൂറ്റൻ റോമൻ കപ്പലായ അലക്സാൻഡ്രിയ സൺ ഈ പുഴയുടെ ഒഴുക്കിൽ ഒരു ഭീമാകാരനായ ജന്തുവിനെ പോലെ മെല്ലെ നീങ്ങുകയാണ്. ഇരുവശത്തും ഇടതൂർന്നു നിൽക്കുന്ന പച്ചപ്പ് മാർക്കസിനെ അത്ഭുതപ്പെടുത്തുന്നു. റോമിലും ഈജിപ്തിലുമൊന്നും അയാൾ ഇങ്ങനെയൊരു പച്ചപ്പ് കണ്ടിട്ടില്ല. ഇത് വെറും മരങ്ങളല്ല, ഇതൊരു പച്ചക്കടലാണ്. അതിനിടയിലൂടെ വെളിച്ചം പോലും കഷ്ടിച്ചാണ് താഴേക്ക് വരുന്നത്. തീരത്തോട് ചേർന്ന് ഭീമാകാരമായ വേരുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കണ്ടൽക്കാടുകൾ. അതിനിടയിൽ നിന്ന് ഇടയ്ക്കിടെ ചില പക്ഷികൾ ചിറകടിച്ചുയരുന്നു. അവയുടെ ശബ്ദങ്ങൾ പോലും അയാൾക്ക് അപരിചിതമാണ്. അവന്റെ കൂടെയുള്ള നാവികർ ആശ്വാസത്തോടെയും ആകാംക്ഷയോടെയും തീരത്തേക്ക് നോക്കുന്നു. ചിലർ പായ്മരത്തിലെ കയറുകൾ അയക്കുന്നു, മറ്റു ചിലർ നങ്കൂരമിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അവരുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളിലും ക്ഷീണിച്ച മുഖങ്ങളിലും ഒരു പുഞ്ചിരിയുണ്ട്. കാരണം അവർ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. മാസങ്ങൾ നീണ്ട അപകടം പിടിച്ച യാത്രയുടെ അവസാനം. ഇനി കരയിലിറങ്ങാം, നല്ല ഭക്ഷണം കഴിക്കാം, സുരക്ഷിതമായി ഉറങ്ങാം. എന്നാൽ മാർക്കസിന്റെ മനസ്സിൽ കച്ചവടത്തിന്റെ കണക്കുകൂട്ടലുകളാണ്. ഈ യാത്രയുടെ നഷ്ടം നികത്തണം. കപ്പൽ നിറയെ കൊണ്ടുവന്നിട്ടുള്ള റോമൻ വീഞ്ഞും ഒലീവെണ്ണ നിറച്ച ഭീമൻ ഭരണികളും വർണ്ണ ഗ്ലാസുകളും സ്വർണ്ണ നാണയങ്ങളും കൊടുത്ത് പകരം ഈ നാട്ടിലെ കറുത്ത പൊന്നെന്ന് പേരുകേട്ട കുരുമുളക് വാങ്ങണം. ഒരു ചാക്കു കുരുമുളകിന് റോമിൽ ഒരു സാധാരണക്കാരന്റെ ഒരു വർഷത്തെ ശമ്പളത്തെക്കാൾ വില കിട്ടും. ആ ഒരൊറ്റ ചിന്തയാണ് ഇത്രയും വലിയ സാഹസത്തിനെ അവനെ പ്രേരിപ്പിച്ചത്. പുഴയുടെ ഒരു വളവ് തിരിഞ്ഞതും ദൂരെയായി കുറെ മനുഷ്യനിർമ്മിതികൾ അവൻ കാണാൻ തുടങ്ങുന്നു. ഓലമേഞ്ഞ മേൽക്കൂരകൾ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചെറിയ തോണികൾ. ആ തോണികളിലിരുന്ന് ചില മനുഷ്യർ അവരെ തന്നെ തുറിച്ചു നോക്കുന്നു. ഇരുണ്ട നിറമുള്ള അരയിൽ ഒരു തുണി മാത്രം ചുറ്റിയ ആ മനുഷ്യരുടെ കണ്ണുകളിൽ ഭയത്തേക്കാളുപരി കൗതുകമാണ്. അവർക്കീ കാഴ്ച ഒരു പുതുമയല്ല. വർഷങ്ങളായി ഇത്തരം വലിയ കപ്പലുകൾ ഈ പുഴയിലൂടെ വന്നും പോയുമിരിക്കുന്നു. കപ്പൽ കൂടുതൽ മുന്നോട്ട് നീങ്ങുന്തോറും കാഴ്ചകൾക്ക് മാറ്റം വരുന്നു. പുഴയുടെ ഇരുവശത്തും കരയിലേക്ക് അടുപ്പിച്ചു നിർത്തിയിരിക്കുന്ന നൂറുകണക്കിന് ചെറിയ വഞ്ചികളും വലിയ പത്തേമാരികളും. അവയ്ക്കിടയിലൂടെ മാർക്കസിന്റെ കപ്പൽ ഒരു രാജാവിനെ പോലെ നീങ്ങുന്നു. കരയിൽ തിരക്കേറിയൊരു ജനക്കൂട്ടം രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അവർ തങ്ങളുടെ ജോലികൾ നിർത്തി ഈ പുതിയ അതിഥിയെ നോക്കുകയാണ്. കരയിൽ നിന്നും വെള്ളത്തിലേക്ക് തള്ളി നിൽക്കുന്ന തടിപ്പാലങ്ങൾ, അതിന്മേൽ കയറ്റാനായി കാത്തുനിൽക്കുന്ന സാധനങ്ങളുടെ കൂമ്പാരങ്ങൾ. അന്തരീക്ഷത്തിൽ പലതരം ശബ്ദങ്ങൾ കൂടിക്കലരുന്നു. പല ഭാഷകളിലുള്ള സംസാരങ്ങൾ, ആക്രോശങ്ങൾ, തടി ഉരുട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ ശബ്ദം, പക്ഷികളുടെ കലപില. അപ്പോഴാണ് മാർക്കസ് അത് കാണുന്നത്. മുസിരിസ് തുറമുഖം. അവൻ കേട്ടറിഞ്ഞതിനേക്കാൾ വലുതും സജീവവുമാണിത്. അവന്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്തുള്ള ഒരു ലോകം. പുഴ രണ്ടായി പിരിയുന്ന ഭാഗത്ത് ഒരു ദ്വീപ് പോലെ തോന്നിക്കുന്ന കരയിലാണ് ആ നഗരം പണിതുയർത്തിയിരിക്കുന്നത്. അനേകം കെട്ടിടങ്ങൾ. ചിലത് ഓലമേഞ്ഞവ, മറ്റു ചിലത് ഓടുപാകിയവ. റോമിലെ കെട്ടിടങ്ങളെപ്പോലെ ഭീമാകാരമല്ല, പക്ഷെ അവയ്ക്ക് അതിൻ്റെതായൊരു ഭംഗിയുണ്ട്. പുഴക്കരയോട് ചേർന്ന് വലിയ സംഭരണശാലകൾ കാണാം. അവയ്ക്കുള്ളിലായിരിക്കും തൻ്റെ ലക്ഷ്യമായ കുരുമുളക് കാത്തിരിക്കുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് തങ്ങളെപ്പോലെയുള്ള വേറെയും വലിയ കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നത് മാർക്കസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഗ്രീക്കുകാരുടെ കപ്പലുകളുണ്ട്,
ഈജിപ്ഷ്യൻ കപ്പലുകളുണ്ട്. പിന്നെ തീരം ചേർന്ന് യാത്ര ചെയ്യുന്ന അറബികളുടെ ചെറിയ ഉരുകളും. ഇത് വെറും ഒരു ഇന്ത്യൻ തുറമുഖമല്ല, ഇതൊരു ആഗോള സംഗമ കേന്ദ്രമാണെന്ന് അവന് മനസ്സിലായി. പല രാജ്യക്കാർ, പല സംസ്കാരങ്ങൾ, പല ഭാഷകൾ എല്ലാം ഇവിടെ ഈ പുഴയുടെ തീരത്ത് ഒന്നിച്ചു ചേരുന്നു. അവരുടെ കപ്പലിനെ സമീപിച്ചുകൊണ്ട് ഒരു ചെറിയ തോണി വരുന്നത് അവൻ കണ്ടു. അതിൽ ചേര രാജ്യത്തിന്റെ കൊടിയുണ്ടായിരുന്നു. തുറമുഖത്തെ ഉദ്യോഗസ്ഥരായിരിക്കണം. കപ്പലിൽ എന്ത് സാധനങ്ങളാണുള്ളതെന്നും എത്ര നികുതി നൽകണമെന്നും തീരുമാനിക്കുന്നത് അവരാണ്. മാർക്കസ് തന്റെ സഹായിയെ വിളിച്ച് അവർക്കായി കരുതി വച്ചിരുന്ന സമ്മാന പൊതിയെടുക്കാൻ പറഞ്ഞു. ഒരു ചെറിയ റോമൻ കഠാരയും കുറച്ച് വെള്ളി നാണയങ്ങളും. കച്ചവടം തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു സമാധാനപരമായ കൈമാറ്റം. കാര്യങ്ങൾ എളുപ്പമാക്കാൻ അത് സഹായിക്കുമെന്ന് അവനറിയാം. നങ്കൂരമിടാനുള്ള സിഗ്നൽ കിട്ടിക്കഴിഞ്ഞു. ഭീമാകാരമായ നങ്കൂരം ഠോ എന്ന ശബ്ദത്തോടെ വെള്ളത്തിലേക്ക് വീണു. പുഴയുടെ അടിത്തട്ടിലെ ചെളിയിൽ അത് ആഴ്ന്നിറങ്ങി. കപ്പലിന്റെ വേഗത കുറഞ്ഞ് അതൊടുവിൽ നിശ്ചലമായി. യാത്ര അവസാനിച്ചിരിക്കുന്നു. മാർക്കസ് ഒരു ദീർഘനിശ്വാസമെടുത്ത് ചുറ്റും നോക്കി. വായുവിൽ ഇപ്പോൾ ഒരു പുതിയ ഗന്ധം കൂടി കലർന്നിരിക്കുന്നു. ഏലത്തിന്റെയും ഗ്രാമ്പുവിന്റെയും ഇഞ്ചിയുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെ മത്തുപിടിപ്പിക്കുന്ന ഗന്ധം. ഇതാണ് മുസിരിസ്. സ്വർണം കൊടുത്ത് കുരുമുളക് വാങ്ങാൻ റോമക്കാർ വരുന്ന ലോകത്തിന്റെ സുഗന്ധ കലവറ. അവൻ പുഞ്ചിരിച്ചു. ഇനി കച്ചവടം തുടങ്ങാം. അവന്റെ മനസ്സിൽ റോമിലെ സുന്ദരമായ അവന്റെ വീടും ഈ കുരുമുളക് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വാങ്ങിക്കൂട്ടാൻ പോകുന്ന സ്വപ്നങ്ങളും തെളിഞ്ഞുവന്നു. കൊടുങ്കാറ്റും കടൽച്ചോറുക്കും എല്ലാം അവൻ മറന്നു. കച്ചവടക്കാരന്റെ മനസ്സെപ്പോഴും ലാഭത്തിന്റെ കണക്കുകളിലായിരിക്കുമല്ലോ. അവൻ കരയിലേക്ക് ഇറങ്ങാനായി തയ്യാറെടുത്തു. പുതിയൊരു ലോകം അവനെ കാത്തിരിക്കുകയായിരുന്നു. മാർക്കസ് മുസിരിസിലെ സുഗന്ധം നിറഞ്ഞ കാട്ടേറ്റു നിൽക്കുന്നു. പക്ഷേ ആ ഗന്ധം വരുന്നത് ഒരുപാട് ദൂരെ നിന്നാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. സഹ്യപർവ്വതത്തിന്റെ പച്ചപുതച്ച ചരിവുകളിലാണ് ആ കറുത്ത സ്വർണത്തിന്റെ കഥ തുടങ്ങുന്നത്. അവിടെ കോടമഞ്ഞു മൂടിയ ഒരു മലഞ്ചെരുവിൽ കണ്ണൻ എന്ന ചെറുപ്പക്കാരൻ ഒരു മരത്തിലേക്ക് വലിഞ്ഞു കയറുകയാണ്. അവന്റെ ദേഹത്ത് കാര്യമായ വസ്ത്രങ്ങളൊന്നുമില്ല. അരയിലൊരു കച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുട്ടുകൊള്ളുന്ന വെയിലിലും തണുത്ത മഴയിലും പണിയെടുത്ത് അവന്റെ തൊലി ആകെ ഇരുണ്ടതും ഉറച്ചതുമായിരുന്നു. അവന്റെ കാലുകൾ മരത്തിലൊരു പല്ലിയെപ്പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അവൻ വെറുമൊരു മരത്തിലേക്കല്ല കയറുന്നത്, ആ മരത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു കൂട്ടം കുരുമുളക് വള്ളിയിലേക്കാണ്. കണ്ടിട്ടതൊരു വള്ളിയല്ല, ഒരു പാമ്പിനെ പോലെ മരത്തെ വരിഞ്ഞു മുറുക്കി ആകാശത്തേക്ക് വളർന്നു പോകുന്ന ഒരു ചെടിയാണ്. അതിൽ പച്ചയും മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള കുരുമുളക് മണികൾ കുലകുലയായി തൂങ്ങിക്കിടക്കുന്നുണ്ട്. താഴെ അവന്റെ അച്ഛനും സഹോദരങ്ങളും ഒരു വലിയ പായ് വിരിച്ചു പിടിച്ചു നിൽപ്പുണ്ട്. കണ്ണനൊരു കത്തിയെടുത്ത് കുരുമുറുകിന്റെ തിരികൾ ഒന്നൊന്നായി മുറിച്ചിട്ടു. അവയോരോന്നായി താഴെ വിരിച്ച പായിലേക്ക് വീഴുന്നു. പക്ഷെ ഇതൊരു എളുപ്പമുള്ള ജോലിയായിരുന്നില്ല. ഇടയ്ക്കിടെ അവന്റെ കാലിൽ അട്ടകൾ കടിച്ചു തൂങ്ങും. ചോര കുടിച്ച് വീർത്ത ആ ജീവികളെ അവൻ ഒന്നും പറ്റാത്ത പോലെ അവന്റെ ശരീരത്തിൽ നിന്ന് മടർത്തിക്കളയും. ചിലപ്പോൾ മരച്ചില്ലകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന പച്ചില പാമ്പുകൾ അവനെ പേടിപ്പിക്കും. പക്ഷെ കണ്ണൻ അതൊരു ശീലമായി കഴിഞ്ഞു. അവന്റെ അപ്പൂപ്പനും ആ ജോലി തന്നെയായിരുന്നു ചെയ്തിരുന്നത്. കുരുമുളക് വള്ളികൾക്കിടയിലാണ് അവന്റെ ജീവിതം. ഒരു പച്ച കുരുമുളക് മണിയെടുത്ത് വായിലിട്ട് ചവച്ചാൽ അവന്റെ മുഖം ആകെ ചുളിയും, എരിവ് നാവിനെ പൊള്ളിക്കും. പക്ഷെ ഉണങ്ങിയ കറുത്ത കുരുമുളകിനാണ് റോമാക്കാർക്ക് പ്രിയമെന്ന് അവൻ അറിയാം. അങ്ങനെ അന്നത്തെ വിളവെടുപ്പ് കഴിയുമ്പോൾ അവർ ശേഖരിച്ച കുരുമുളക് മണികൾ വലിയ ചാക്കുകളുടാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ വീട്ടുമുറ്റത്ത് വെയിലത്ത് അതുണക്കാനിടും. ദിവസങ്ങളോളം ഈ ജോലി തുടരും. പച്ചമുളക് മണികൾ വെയിലേറ്റ് ചുക്കിച്ചുളിഞ്ഞ് കറുത്ത നിറമാകും. രാത്രിയിൽ കുറുക്കന്മാരും മറ്റു ജീവികളും വന്ന് അത് നശിപ്പിക്കാതിരിക്കാൻ അവർ കാവലിരിക്കും. കാരണം ഈ കുരുമുളകാണ് അവരുടെ ജീവിതം. അടുത്ത ഒരു വർഷത്തേക്ക് ജീവിക്കാനുള്ള വക നൽകുന്നത് ഈ കറുത്ത മണികളാണ്. അവർക്ക് സ്വർണ്ണനാണയങ്ങളെക്കുറിച്ചോ റോമിനെക്കുറിച്ചോ വലിയ അറിവൊന്നുമില്ല. അവർക്കറിയാവുന്നത് ഒന്നു മാത്രം: മലയിറങ്ങി വരുന്ന നാട്ടുപ്രമാണിയുടെ ആളുകൾക്ക് ഈ കുരുമുളക് കൊടുത്താൽ പകരം അവർക്ക് അരിയും ഉപ്പും തുണികളും കിട്ടും. തങ്ങളുടെ പറമ്പിൽ വിളയുന്ന ഈ കറുത്ത മണികൾക്ക് ലോകത്തിന്റെ മറ്റേ അറ്റത്ത് സ്വർണത്തേക്കാൾ വിലയുണ്ടെന്ന കാര്യം
ഈ സാധാരണ കർഷകർക്കറിയാമായിരുന്നോ എന്ന് ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും ചർച്ചയാണ്. ഒരുപക്ഷെ അവർക്കറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർക്കതൊരു ജീവിത മാർഗം മാത്രമായിരിക്കാം. ഒരു ചാക്ക് കുരുമുളകിന് പകരമായി ഒരു ചാക്ക് അരി കിട്ടുമ്പോൾ അവർ സന്തോഷിക്കുമായിരുന്നു. എന്നാൽ ആ ഒരു ചാക്ക് കുരുമുളക് റോമിലേക്കെത്തുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം മാറ്റിമറിക്കാൻ മാത്രം സമ്പത്തായി അത് മാറുന്നുണ്ടെന്ന് ആ കർഷകർ അറിഞ്ഞിരുന്നില്ല. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം കുരുമുളകെല്ലാം പാകത്തിനുണങ്ങിക്കഴിയുമ്പോൾ മലമുകളിലെ ചെറിയ ഗ്രാമത്തിലേക്ക് നാട്ടുപ്രമാണിയുടെ കാര്യസ്ഥൻ വരും. കൂടെ ആയുധമേന്തിയ കുറച്ചു പടയാളികളും കാര്യസ്ഥന്റെ കൂടെ കാണും. അതൊരു കച്ചവടമായിരുന്നില്ല, അതൊരു തരം പിരിവാണ്. ഓരോ കുടുംബവും അവരുടെ വിളവിന്റെ ഒരു നിശ്ചിത ഭാഗം പ്രമാണിക്ക് നൽകണം. ഇതാണ് ഇവിടുത്തെ നികുതി. പകരമായി അവർക്ക് കുറച്ച് അവശ്യ സാധനങ്ങൾ കിട്ടും. കണ്ണന്റെ അച്ഛൻ തങ്ങൾ ഒരു വർഷം അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ സിംഹഭാഗവും ആ വലിയ ചാക്കുകളിലേക്ക് നിറയ്ക്കുന്നത് കണ്ട് നിസ്സഹായതയോടെ നോക്കി നിൽക്കും. ആ കുരുമുളക് അവിടെ നിന്നും യാത്ര തുടങ്ങുകയാണ്. മുസിരിസിലേക്കുള്ള അതിന്റെ നീണ്ട യാത്ര. ചാക്കുകളിൽ നിറച്ച കുരുമുളക് ആദ്യം ചുമലിലേറ്റിയാണ് കാടുകളിലൂടെ താഴേക്കെത്തിക്കുന്നത്. പിന്നീട് കാളവണ്ടികളിൽ കയറ്റി ഇടനാട്ടിലെ ഇടത്താവളങ്ങളിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് ഈ കുരുമുളക് പലർക്കും കൈമറിഞ്ഞു പോകും. ഓരോ ഇടനിലക്കാരനും അവനവന്റെ ലാഭം അതിൽ നിന്നും ഈടാക്കും. ഈ സമയങ്ങളിൽ മലമുകളിലെ കണ്ണനും കുടുംബവും അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും. തങ്ങൾ കൊടുത്തുവിട്ട കുരുമുളകിന് എന്ത് സംഭവിക്കുന്നു എന്നവർ ചിന്തിക്കാറ് പോലുമില്ല. അവസാനം ഈ ചാക്കുകൾ പെരിയാറിന്റെ തീരത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയ തുറമുഖത്തെത്തും. അവിടെ നിന്നും വലിയ വഞ്ചികളിൽ കയറ്റിയാണ് അത് മുസിറിസിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ വഞ്ചികൾ തുഴയുന്നവർക്കറിയാം, തങ്ങൾ കൊണ്ടുപോകുന്നത് വെറും ചരക്കല്ല, ചേരരാജാവിന്റെ ഖജനാവിലേക്കുള്ള സ്വർണമാണെന്ന്. അവർ ആവേശത്തോടെ പാട്ടുകൾ പാടി വഞ്ചി തുഴയും. പെരിയാറിന്റെ ഓളങ്ങൾ ആ പാട്ടിനൊപ്പം താളം പിടിക്കും. മുസിരിസിലെത്തുമ്പോൾ ഈ കുരുമുളകിന്റെ മൂല്യം വീണ്ടും 10 ഇരട്ടി വർദ്ധിക്കും. ശേഷം തുറമുഖത്തെ വലിയ വെയർഹൌസുകളിൽ അഥവാ പാണ്ഡികശാലകളിൽ വെച്ച് അവ തരംതിരിച്ച് വൃത്തിയാക്കി വലിയ ചാക്കുകളിൽ നിറച്ച് ഭദ്രമായി സൂക്ഷിക്കും. ചേരരാജാവിന്റെ ഉദ്യോഗസ്ഥർ ഓരോ ചാക്കിനും മുദ്ര വയ്ക്കും. ഇനി മുതൽ ഇത് രാജാവിന്റെ സ്വത്താണ്. ഈ പാണ്ഡികശാലകൾക്ക് കാവലായി വാളയേന്തിയ ഭടന്മാർ രാവും പകലും നിൽക്കും. ഒരു മണി കുരുമുളക് പോലും പുറത്തുപോകാതെ അവർ സൂക്ഷിക്കും. മാർക്കസിനെ പോലെയുള്ള വിദേശ വ്യാപാരികൾ മുസിറിസിലെത്തിയാൽ അവർക്ക് നേരിട്ട് കർഷകരിൽ നിന്ന് കുരുമുളക് വാങ്ങാൻ സാധിക്കില്ല. അവർ ചേരരാജാവിന്റെ പ്രതിനിധികളുമായി വിലപേശണം. ഈ വിലപേശൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. റോമിൽ നിന്നുള്ള സ്വർണ്ണ നാണയങ്ങളും വീഞ്ഞും ഗ്ലാസ് പാത്രങ്ങളും ഈജിപ്തിൽ നിന്നുള്ള തുണിത്തരങ്ങളുമെല്ലാം ഈ കുരുമുളകിന് പകരമായി കൈമാറ്റം ചെയ്യപ്പെടും. ഒരു ചാക്ക് കുരുമുളകിന് എത്ര സ്വർണ്ണ നാണയം എന്ന് കൃത്യമായി കണക്കാക്കപ്പെടും. ഈ കച്ചവടം നടക്കുമ്പോൾ മലമുകളിലെ കണ്ണൻ ചിലപ്പോൾ അടുത്ത കുരുമുളക് വള്ളി നടുകയായിരിക്കും. അല്ലെങ്കിൽ മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന തന്റെ ചെറിയ കുടിലിന്റെ മേൽക്കൂര നന്നാക്കുകയായിരിക്കും. അവന്റെ ലോകവും മാർക്കസിന്റെ ലോകവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയുണ്ടായിരുന്നു. ആ കറുത്ത എരിവുള്ള സുഗന്ധമുള്ള കുരുമുളക് മണി. ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടം തന്നെ വരച്ചത് ഈ ചെറിയ മണികളായിരുന്നു. ഈ കുരുമുളക് വ്യാപാരത്തിന്റെ ഒരു വിചിത്രമായ പാർശ്വഫലത്തെക്കുറിച്ച് പഴയ ചില ഗ്രീക്ക് രേഖകളിൽ പറയുന്നുണ്ട്. റോമിലെ പ്രഭുക്കന്മാരുടെ അടുക്കളയിൽ കുരുമുളക് ഒരു അഭിമാന ചിഹ്നമായി മാറിയപ്പോൾ അവിടത്തെ സാധാരണക്കാർക്ക് അത് താങ്ങാൻ പറ്റാത്ത ഒന്നായി മാറി. ഇന്ത്യയിലേക്ക് നമ്മുടെ സ്വർണം ഒഴുകിപ്പോകുന്നു എന്ന് പ്ലിനിയെപ്പോലുള്ള എഴുത്തുകാർ വിലപിച്ചത് വെറുതെയല്ല. ഒരു വശത്ത് റോമൻ സമ്പദ്വ്യവസ്ഥയെ ഇത് ദുർബലമാക്കിയപ്പോൾ മറുവശത്ത് ചേരരാജാക്കന്മാരെ അത് അതിസമ്പന്നരാക്കി. ഈ കറുത്ത പൊന്നിന്റെ സാമ്രാജ്യം നിയന്ത്രിച്ചത് അവരായിരുന്നു. അതിന്റെ ഏറ്റവും താഴെത്തട്ടിൽ പേരുപോലും അറിയാത്ത കണ്ണനെപ്പോലെയുള്ള ആയിരക്കണക്കിന് മനുഷ്യരുടെ വിയർപ്പും അധ്വാനവുമായിരുന്നു ആ സാമ്രാജ്യത്തിന്റെ അടിത്തറ. അവർക്ക് പക്ഷേ ആ സാമ്രാജ്യത്തിന്റെ പ്രൗഢിയോ അതിന്റെ നേട്ടങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അവർ മലമുകളിലെ പച്ചപ്പിൽ തങ്ങളുടെ ദാരിദ്ര്യത്തിൽ ഒതുങ്ങിക്കൂടി. മാർക്കസിന്റെ കപ്പൽ മുസിറിസ് വിട്ട് റോമിലേക്ക് മടങ്ങുമ്പോൾ
അതിലെ ഓരോ ചാക്ക് കുരുമുളകിനു പിന്നിലും കണ്ണനെ പോലെയുള്ള ഒരുപാട് മനുഷ്യരുടെ കഥകളുണ്ടായിരുന്നു, ആരും കേൾക്കാതെ പോയ കഥകൾ. മാർക്കസ് തന്റെ വലിയ കപ്പലിൽ നിന്ന് ഒരു ചെറിയ തോണിയിലേക്ക് കയറി. ഒടുവിൽ അദ്ദേഹം മുസിരിസിലെ ഒരു പ്രധാന ജെട്ടിയിൽ കാലുകുത്തുന്നു. കരയിലെത്തിയ മാർക്കസിനെ ആദ്യം വരവേറ്റത് പലതരം ഗന്ധങ്ങളുടെ ഒരു സമ്മിശ്രമാണ്. ദൂരെ വെയർഹൌസുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഏലത്തിന്റെയും ഗ്രാമ്പുവിന്റെയും നേർത്ത ഗന്ധമുണ്ട്. പക്ഷെ അതിനേക്കാൾ ശക്തമായി മുന്നിട്ട് നിൽക്കുന്നത് മറ്റു ചില മണങ്ങളാണ്. വഴിയോരത്ത് കൂട്ടിയിട്ട് വിൽക്കുന്ന ഉണക്കമീനിന്റെ രൂക്ഷഗന്ധം, അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് ആരോ കത്തിച്ച ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിന്റെയും സുഗന്ധം, ആളുകളുടെ ഉപ്പുരസമുള്ള വിയർപ്പിന്റെ മണം, പിന്നെ തൊട്ടപ്പുറത്തെ ഭക്ഷണശാലയിൽ നിന്ന് വെളിച്ചെണ്ണയിൽ എന്തോ വറുക്കുന്നതിന്റെ കൊതിപ്പിക്കുന്ന ഗന്ധം. ഇതെല്ലാം ചേർന്നൊരു ഗന്ധം അദ്ദേഹം ഇതിനു മുൻപ് ഒരിടത്തും അനുഭവിച്ചിട്ടില്ല. ശബ്ദങ്ങൾക്കും ഒരു പഞ്ഞവുമില്ല. ഒരു വലിയ തേനീച്ചക്കൂടുപോലെ പല ഭാഷകളിലുള്ള സംസാരങ്ങൾ മാർക്കസ് കേൾക്കുന്നു. തമിഴ് സംസാരിക്കുന്നവരുണ്ട്, ഗ്രീക്കുകാരുണ്ട്, പാപ്പിരസ് ചുരുളുമായി പോകുന്ന ഈജിപ്തുകാരുണ്ടായിരുന്നു, പിന്നെ മാർക്കസിനെ പോലുള്ള റോമക്കാരും ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം സംസാരത്തിന് പശ്ചാത്തല സംഗീതം പോലെ മറ്റ് ശബ്ദങ്ങളും ഉണ്ടായിരുന്നു. അതായത് കരയ്ക്ക് കയറ്റിയ വഞ്ചികളുടെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന ആശാരിമാരുടെ ഉളികളുടെ ശബ്ദം, ലോഹപാത്രങ്ങൾ ഉണ്ടാക്കുന്ന കൊല്ലന്റെ ചുറ്റികയുടെ അടി, തെരുവിൽ ഓടിക്കളിക്കുന്ന കുട്ടികളുടെ ചിരിയും കലവിലയും, കച്ചവടക്കാർ ഉറക്കെ വിളിച്ചു പറയുന്നതിൻ്റെ ഒച്ചയും ഉണ്ടായിരുന്നു. തെരുവിനിരുവശത്തും കച്ചവടക്കാരുടെ നിരയാണ്. ഓലക്കുടയുടെ തണലിലിരുന്ന് മൺപാത്രങ്ങൾ വിൽക്കുന്ന സ്ത്രീകൾ, മുത്തും പവിളവും പോലുള്ള വിലപിടിപ്പുള്ള കല്ലുകൾ ഒരു കറുത്ത തുണിയിൽ നിരത്തിവെച്ച് ആവശ്യക്കാരെ കാത്തിരിക്കുന്നവർ, പല നിറത്തിലുള്ള തുണിത്തരങ്ങൾ വിൽക്കുന്നവർ, പിന്നെ കത്തിയും മറ്റ് ആയുധങ്ങളും വിൽക്കുന്ന ഇരുമ്പ് പണിക്കാർ. ആളുകൾക്കിടയിലൂടെ ഞെങ്ങിഞ്ഞിരുങ്ങി മാർക്കസ് മുന്നോട്ട് നടന്നു. നീണ്ട റോമൻ കുപ്പായമിട്ട തന്നെപ്പോലുള്ള യവനന്മാരെയും അരയിൽ ഒരു മുണ്ടു മാത്രം ചുറ്റിയ നാട്ടുകാരെയും ഒരുപോലെ ആ തെരുവിൽ കാണാം. അവിടെ ആർക്കും ഒരു പ്രത്യേകതയുമില്ല. എല്ലാവരും ഈ വലിയ വ്യാപാര ചക്രത്തിലെ കണ്ണികളാണ്. മാർക്കസ് തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടക്കുകയാണ്. യവനന്മാർക്ക് താമസിക്കാനായി ചേര രാജാവ് അനുവദിച്ചു കൊടുത്ത സ്ഥലത്തേക്കാണ് മാർക്കസ് നടക്കുന്നത്. അത് യവനച്ചേരി എന്നാണ് അറിയപ്പെടുന്നത്. ആ ചേരിയിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു നിന്നു. ഒരു സ്ത്രീ നിലത്തിരുന്ന് പലതരം പഴങ്ങൾ വിൽക്കുന്നു. ചക്കപ്പഴവും മാമ്പഴവും, പിന്നെ മാർക്കസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചുവന്ന നിറത്തിലുള്ള രോമങ്ങളുള്ള ഒരു പഴവും. കൗതുകം കൊണ്ട് അവൻ ആ പഴത്തിലേക്ക് വിരൽ ചൂണ്ടി. ഭാഷ അറിയില്ലെങ്കിലും ആ കച്ചവടക്കാരിക്ക് കാര്യം മനസ്സിലായി. അവർ ചിരിച്ചുകൊണ്ട് ആ പഴമൊരെണ്ണം എടുത്ത് അത് എങ്ങനെയാണ് തുറക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. മാർക്കസ് അത് വാങ്ങി. അതിൻ്റെ അല്ലി വായിൽ വെച്ചപ്പോൾ ഒരു പുതിയ രുചി അദ്ദേഹത്തിൻ്റെ നാവിൽ നിറഞ്ഞു. പുളിയും മധുരവും ചേർന്ന ഒരു ടേസ്റ്റായിരുന്നു അതിന്. ഒരു ചെറിയ പുഞ്ചിരിയോടെ അദ്ദേഹം അവർക്കൊരു ചെമ്പുനാണയം നൽകി യാത്ര തുടർന്നു. യവനച്ചേരി മുസിരിസിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ഇവിടത്തെ കെട്ടിടങ്ങൾക്കൊരു റോമൻ ടച്ചുണ്ട്. ചതുരാകൃതിയിലുള്ള കെട്ടിടവും നടുക്ക് ചെറിയൊരു മുറ്റവും മേൽക്കൂര ഊടുമേഞ്ഞതുമാണ്. പക്ഷേ ഇതെല്ലാം പണിതിരിക്കുന്നത് റോമിലെ പോലെ മാർബിൾ കൊണ്ടല്ല, ഇവിടത്തെ ചെങ്കല്ലും തടിയും ഉപയോഗിച്ചാണ്. സംസ്കാരങ്ങളുടെ ഒരു കലർപ്പ് ആ കെട്ടിടങ്ങളിൽ പോലും കാണും. ചില വീടുകൾക്ക് മുന്നിൽ റോമൻ രീതിയിലുള്ള തൂണുകളുണ്ട്. പക്ഷേ വാതിലിൽ കുത്തിവെച്ചിരിക്കുന്നത് ഇവിടുത്തെ ദൈവങ്ങളുടെ രൂപങ്ങളാണ്. ഈ ചേരിയിൽ യവനന്മാർക്ക് വേണ്ടി മാത്രമുള്ള ചില സൗകര്യങ്ങളുണ്ട്. അവർക്ക് പ്രാർത്ഥിക്കാനായി ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. അവിടെ അഗസ്തസ് സീസറിന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. ചില പണ്ഡിതന്മാർ ഇപ്പോഴും വാദിക്കുന്നത് ഇതൊരു ആരാധനാലയം എന്നതിലുപരി റോമിനോടുള്ള തങ്ങളുടെ കൂറ് കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ അടയാളം മാത്രമായിരുന്നു എന്നാണ്. തങ്ങളുടെ ചക്രവർത്തിയെ ഇവിടെയും ഓർക്കുന്നു എന്ന് കാണിക്കാനാണെന്നാണ് മറ്റു ചിലർ പറയുന്നത്. കൂടാതെ റോമൻ രീതിയിലുള്ള ഭക്ഷണവും വീഞ്ഞും കിട്ടുന്ന സത്രങ്ങളുണ്ട്. മാസങ്ങളായി കടലിലെ ഭക്ഷണം കഴിച്ചുമടുത്ത മാർക്കസിനെ പോലുള്ളവർക്ക് അതൊരു വലിയ ആശ്വാസമാണ്. അവിടെ വെച്ച് മാർക്കസ് തൻ്റെ പഴയ ചില സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നു. കഴിഞ്ഞ വർഷം മുസിരിസിൽ വന്നപ്പോൾ പരിചയപ്പെട്ടവരാണ്. അവർ പരസ്പരം ആലിംഗനം ചെയ്ത് തങ്ങളുടെ യാത്രകളെക്കുറിച്ചും കച്ചവടത്തെക്കുറിച്ചും സംസാരിക്കുന്നു. ഈ വർഷം കടൽ അത്ര ശാന്തമായിരുന്നില്ല,
എന്നൊരാൾ പറയുന്നു. ഒരു കടൽക്കുള്ള സംഘത്തെ കഷ്ടിച്ചാണ് വെട്ടിച്ചു പോന്നത്, മറ്റൊരാൾ കൂട്ടിച്ചേർക്കുന്നു. എല്ലാവർക്കും പറയാൻ അപകടങ്ങളുടെയും അതിജീവനത്തിന്റെയും കഥകളുണ്ട്. സംസാരത്തിനിടയ്ക്ക് മാർക്കസിന്റെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് പോയി. ചേരിയുടെ ഒരറ്റത്ത് കുറച്ചു റോമൻ സൈനികർ ഒരു തദ്ദേശീയനായ ഒരാളുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടിരിക്കുന്നു. ഭാഷ അറിയാത്തതുകൊണ്ട് അവർ ആംഗ്യങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. സൈനികരുടെ മുഖത്ത് ദേഷ്യമുണ്ട്, തദ്ദേശീയന്റെ മുഖത്ത് ഭയവും. മുസിരിസിലെ യവനന്മാരെല്ലാം വ്യാപാരികളായിരുന്നില്ല. അവരിൽ ചിലർ റോമൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ചവരോ അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് കാവലിനായി കൂടെ വന്നവരോ ആയിരുന്നു. അവർ പലപ്പോഴും തങ്ങളുടെ അധികാരവും ശക്തിയും ഇവിടെയും പ്രകടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് പലപ്പോഴും ചെറിയ പ്രശ്നങ്ങൾക്കുണ്ടാവാൻ കാരണമാകും. എന്നാൽ അപ്പോഴേക്കും ചേര രാജാവിൻ്റെ 2 ഭടന്മാർ അവിടേക്കെത്തി. കയ്യിൽ വാളും പരിചയമേന്തിയ ആ ഭടന്മാരെ കണ്ടതും റോമൻ സൈനികർ അല്പം പിന്നോട്ട് മാറി. ഭടന്മാർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. റോമൻ സൈനികർക്ക് പറയാനുള്ളതും തദ്ദേശീയനു പറയാനുള്ളതും അവർ കേട്ടു. അവസാനം ഒരു മധ്യസ്ഥനെ പോലെ അവർ ആ പ്രശ്നം അവിടെ വെച്ച് പരിഹരിച്ചു. ഇവിടെ നിയമം ചേര രാജാവിൻ്റേതാണെന്നും അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും ആ ഭടന്മാരുടെ പെരുമാറ്റത്തിൽ വ്യക്തമായിരുന്നു. യവനന്മാർ അതിഥികളാണ്, പക്ഷെ അതിഥികൾക്ക് വീടിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മാർക്കസിനത് നന്നായി അറിയാമായിരുന്നു. അന്ന് രാത്രി യവനച്ചേരിയിലെ ഒരു സത്രത്തിലിരുന്ന് വീഞ്ഞും കുടിച്ച് നാട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ മാർക്കസ് ഒന്നോർത്തു. ഈ തെരുവുകൾ എത്ര വിചിത്രമാണ്. ഇവിടെ റോമും ഇന്ത്യയും തമ്മിൽ കണ്ടുമുട്ടുന്നു. പലപ്പോഴും അവർക്കിടയിൽ ചെറിയ ഉരസലുകൾ ഉണ്ടാകുന്നു. പക്ഷേ അതിനെല്ലാം മുകളിൽ കച്ചവടം എന്ന വലിയൊരു ലക്ഷ്യം അവരെയെല്ലാം ഒരുമിച്ച് നിർത്തുന്നു. കുരുമുളകിനു വേണ്ടിയുള്ള ആർത്തിയാണ് റോമാക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെങ്കിൽ സ്വർണത്തിനു വേണ്ടിയുള്ള ആഗ്രഹമാണ് ചേര രാജാക്കന്മാരെ അവരുമായി സഹകരിക്കാൻ പ്രേരിപ്പിച്ചത്. ഈ 2 ആഗ്രഹങ്ങൾക്കിടയിൽ ഈ തെരുവുകളിൽ ഒരു പുതിയ ലോകം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. പുറത്ത് മുസിരിസിലെ രാത്രി സജീവമാണ്. നാളെ മുതൽ കച്ചവടത്തിന്റെ തിരക്കുകൾ തുടങ്ങുകയാണ്. അതിനു മുൻപുള്ള ശാന്തമായ ഒരു രാത്രി. മാർക്കസ് വീണ്ടും ഒരു കവിൾ വീഞ്ഞു കുടിച്ച് നാളത്തെ വിലപേശലുകളെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. മാർക്കസ് മുസിരിസിലെ തെരുവുകളിൽ അലഞ്ഞു നടക്കുമ്പോഴും യവനച്ചേരിയിലെ സത്രത്തിലിരുന്ന് നാളത്തെ കച്ചവടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അവന്റെ ഓരോ നീക്കവും ഒരു നിഴലുപോലെ നിരീക്ഷിക്കപ്പെടുന്നുണ്ടായിരുന്നു. നമ്മൾ കരുതുന്ന പോലെ അതൊരു വ്യക്തിയായിരുന്നില്ല, അതൊരു അധികാര കേന്ദ്രമാണ്. ചേര രാജവംശത്തിന്റെ ഭരണ സംവിധാനം. മുസിരിസിലെ ഓരോ മണൽത്തെരിയിലും ആ അധികാരത്തിന്റെ വേരുകളുണ്ട്. തുറമുഖത്തിന്റെ പ്രധാന കാര്യാലയത്തിൽ ഒരു തണുത്ത തറയിലിരുന്ന് ഇളങ്കോവൻ എന്ന ഉദ്യോഗസ്ഥൻ തന്റെ മുന്നിലുള്ള ഓലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പദവിക്ക് ഒരുപാട് പേരുകളുണ്ട്. തുറമുഖത്തിന്റെ അധിപൻ, ചുങ്കം പിരിക്കുന്നവൻ, രാജാവിന്റെ കണക്കപ്പിള്ള എന്നിങ്ങനെ നീളുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു എഴുത്താണിയും മഷിക്കുപ്പിയും പിന്നെ കുറച്ച് ഉണങ്ങിയ ഓലക്കെട്ടുകളുമുണ്ട്. അവരുടെ മുറിയിൽ അധികം വെളിച്ചമില്ല. പുറത്തെ ബഹളങ്ങളൊന്നും അകത്തേക്ക് വരുന്നില്ല. ഇവിടെ നിശബ്ദതയ്ക്കും കണക്കുകൾക്കുമാണ് പ്രാധാന്യം. ഇന്നലെ വന്ന അലക്സാൻഡ്രിയാസ് സൺ എന്ന റോമൻ കപ്പലിന്റെ വിവരങ്ങളാണ് ഇളങ്കോവന്റെ മുന്നിലുള്ളത്. കപ്പലിന്റെ പേര്, ക്യാപ്റ്റന്റെ പേര്, എത്ര നാവികരുണ്ട്, അവരെവിടെ നിന്നാണ് വരുന്നത് തുടങ്ങി എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥർ ഓലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെത്തി. കപ്പലിൽ എന്തെല്ലാം ചരക്കുകളാണുള്ളത്, അതിന്റെ മൂല്യം എങ്ങനെ കണക്കാക്കും എന്നൊക്കെ നോക്കി തുടങ്ങി. കപ്പലിൽ നിന്ന് ഇറക്കിയ ഓരോ വീണുകുടവും ഇളങ്കോവന്റെ ആളുകൾ പരിശോധിച്ചിട്ടുണ്ട്. വീണിന്റെ ഗുണമേന്മയനുസരിച്ച് അതിന്റെ വില മാറും. ഗാലിയയിൽ നിന്നുള്ള വീഞ്ഞിന് ഒരു വില, ഇറ്റലിയിൽ നിന്നുള്ളതിന് മറ്റൊരു വില. അവർക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ചില വ്യാപാരികൾ കള്ളത്തരം കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. ഗുണം കുറഞ്ഞ വീഞ്ഞ് മൺഭരണിയുടെ മുകളിൽ നിറച്ച് അടിയിൽ കല്ലും മണ്ണും വെച്ചുകൊണ്ടുവരും. അത്തരം ചതികൾ കണ്ടുപിടിക്കാൻ പരിശീലനം ലഭിച്ചവരാണ് ഇളങ്കോവന്റെ കൂടെയുള്ളവർ. ഒരു ഭരണി നിലത്ത് വെച്ച് ചെറുതായി ഒന്ന് കൊട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അവർക്ക് മനസ്സിലാകും. ചതി പിടിക്കപ്പെട്ടാൽ അതിന് കിട്ടുന്ന ശിക്ഷ വലുതാണ്. പിന്നീട് ആ വ്യാപാരിയെ കരിമ്പട്ടികയിൽപ്പെടുത്തും. പിന്നീട് മുസിരിസിൽ കച്ചവടം ചെയ്യാൻ അയാൾക്ക് അനുവാദം കിട്ടില്ല. അതുപോലെ അവർ കൊണ്ടുവന്ന ഗ്ലാസ് പാത്രങ്ങളും സെറാമിക് ഭരണികളും
ഇരുമ്പായുധങ്ങളും ഓരോന്നായി പരിശോധിച്ച് അതിൻ്റെ എല്ലാം മൂല്യം കണക്കാക്കും. ഈ മൂല്യത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് ചേര രാജാവിന് നികുതിയായി ലഭിക്കുക. ഈ നികുതി പണമായിട്ടല്ല പലപ്പോഴും ഈടാക്കുന്നത്. പകരം അവർ കൊണ്ടുവന്ന ചരക്കുകളുടെ ഒരു ഭാഗം തന്നെ രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് മാറ്റും. അതായത് മാർക്കസ് കൊണ്ടുവന്ന 100 ഭരണി വീഞ്ഞിൽ ഒരുപക്ഷെ 10 എണ്ണം രാജാവിനുള്ളതായിരിക്കും. ഈ വീഞ്ഞാണ് പിന്നീട് രാജകൊട്ടാരത്തിലെ വിരുന്നുകൾക്കും സൈനികർക്ക് സമ്മാനമായി നൽകാനും മറ്റ് നാട്ടുരാജാക്കന്മാർക്ക് പാരിതോഷികമായി അയക്കാനുമൊക്കെ ഉപയോഗിക്കുന്നത്. ചരിത്രരേഖകൾ കുറവായതുകൊണ്ട് ഈ നികുതി വ്യവസ്ഥ എത്രത്തോളം ചിട്ടപ്പെടുത്തിയ ഒന്നായിരുന്നു എന്നതിനെക്കുറിച്ച് പല ഊഹങ്ങളും നിലനിൽക്കുന്നു. ഓരോ വസ്തുവിനും നിശ്ചിത നികുതി നിരക്കുകൾ മുൻകൂട്ടി എഴുതിവെച്ച ഒരു നിയമപുസ്തകം ഉണ്ടായിരുന്നോ എന്നോ, അതോ ഓരോ കപ്പലിൻ്റെയും സാഹചര്യമനുസരിച്ച് അപ്പോൾ തീരുമാനമെടുക്കുകയായിരുന്നു എന്നതിൽ സംശയമാണ്. എന്നാൽ സാധ്യത കൂടുതൽ രണ്ടാമത്തേതിനാണ്. കച്ചവടക്കാരൻ്റെ നിലയും വിലയും അനുസരിച്ച് നികുതിയിൽ ചെറിയ ഇളവുകൾ നൽകാനും പ്രശ്നക്കാരാണെങ്കിൽ കൂടുതൽ നികുതി ചുമത്താനും ഇളങ്കോവനെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടായിരുന്നിരിക്കാം. അങ്ങനെ ഇളങ്കോവൻ തൻ്റെ ഓലയിൽ എഴുത്താണി കൊണ്ട് എന്തോ കുറിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ഭാവവിത്യാസവുമില്ല. മാർക്കസിനെ പോലുള്ള 100 കണക്കിന് വ്യാപാരികൾ ഓരോ വർഷവും വന്നും പോവുമിരിക്കും. അവർക്കെല്ലാം ഇതൊരു ലാഭക്കച്ചവടമാണ്. പക്ഷേ ഇളങ്കോവന് ഇതൊരു ജോലിയാണ്. മുസിരിസ് എന്ന ഈ സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. പുറത്തുനിന്നുള്ളവർക്കെല്ലാ സൗകര്യങ്ങളും നൽകണം, പക്ഷേ അവരെക്കൊണ്ട് രാജ്യത്തിന് പരമാവധി പ്രയോജനമുണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അതൊരു സൂക്ഷ്മമായ കളിയാണ്. ഒരു ചെറിയ പാളിച്ച പറ്റിയാൽ മതി, കച്ചവടക്കാർ മറ്റ് തുറമുഖങ്ങൾ തേടിപ്പോകും. ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്താൽ അവർ നിയമങ്ങൾ ലംഘിക്കാൻ തുടങ്ങും. ഇവ രണ്ടിനുമിടയിലുള്ള ഒരു നേർത്ത വരയിലൂടെയാണ് ഇളങ്കോവൻ എന്നും സഞ്ചരിക്കുന്നത്. നികുതി പിരിവ് മാത്രമല്ല ഇളങ്കോവന്റെ ജോലി. മുസിരിസിലെ നിയമവാഴ്ച ഉറപ്പാക്കേണ്ടതും അദ്ദേഹത്തിന്റെ ചുമതലയാണ്. കഴിഞ്ഞ ദിവസം യവനച്ചേരിയിൽ നടന്ന ആ ചെറിയ വാക്കുതർക്കത്തിന്റെ വിവരം അദ്ദേഹത്തിന്റെ ചെവിയിലും എത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്റെ ഭടന്മാരെ വിളിച്ച് ആ റോമൻ സൈനികരെ ഒന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നവരെ കപ്പലിൽ തിരികെ കയറ്റി നാടുകടത്താൻ വരെ അയാൾക്ക് അധികാരമുണ്ട്. വിദേശികളും തദ്ദേശീയരും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, വിദേശികൾ തമ്മിലുള്ള തർക്കങ്ങളിലും അയാൾ ഇടപെടേണ്ടി വരും. ഗ്രീക്ക് വ്യാപാരികളും റോമൻ വ്യാപാരികളും തമ്മിൽ കച്ചവടത്തെ ചൊല്ലി വഴക്കുണ്ടാക്കുന്നത് ഇവിടെ പതിവാണ്. അത്തരം സന്ദർഭങ്ങളിൽ ചേര രാജാവിന്റെ നിയമമനുസരിച്ചൊരു തീർപ്പ് കൽപ്പിക്കേണ്ടത് ഇളങ്കോവനാണ്. ഇവിടെ കൗതുകകരമായ ഒരു വസ്തുതയുണ്ട്. മുസിരിസിൽ റോമക്കാർക്ക് ഒരുപാട് സ്വാധീനമുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും അവർക്ക് സ്വന്തമായി ഒരു നിയമവ്യവസ്ഥ ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാ തർക്കങ്ങളും പരിഹരിച്ചിരുന്നത് ചേരന്മാരുടെ നിയമപ്രകാരമായിരുന്നു. അതായത് മുസിരിസ് ഒരു സ്വതന്ത്ര വാണിജ്യ മേഖലയായിരുന്നില്ല, മറിച്ച് ചേര സാമ്രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു തുറമുഖമായിരുന്നു. റോമൻ നാണയങ്ങൾ ഇവിടെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ആ നാണയങ്ങൾ വെറും സ്വർണ്ണ കട്ടികളായിട്ടാണ് പലപ്പോഴും കണ്ടിരുന്നത്, അല്ലാതെ റോമൻ അധികാരത്തിന്റെ ചിഹ്നമായിട്ടല്ല. അതിന്റെ മൂല്യം തീരുമാനിച്ചിരുന്നത് അതിലെ സ്വർണത്തിന്റെ തൂക്കമനുസരിച്ചാണ്, അല്ലാതെ അതിൽ പതിച്ച സീസറിന്റെ മുഖം കണ്ടിട്ടായിരുന്നില്ല. ഇളങ്കോവൻ തന്റെ ജോലി പൂർത്തിയാക്കി ഓലക്കെട്ടുകൾ ഒതുക്കിവെച്ചു. ഇനി മാർക്കസുമായുള്ള കൂടിക്കാഴ്ചയാണ്. അദ്ദേഹം മാർക്കസിനെ തന്റെ കാര്യാലയത്തിലേക്ക് വിളിപ്പിച്ചു. ഇനി കുരുമുളകിന്റെ വില നിശ്ചയിക്കണം. രാജാവിന്റെ പാണ്ഡികശാലയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച കുരുമുളക് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം. ഇവിടുത്തെ വിലപേശൽ കഠിനമായിരിക്കും. മാർക്കസ് മുസിരിസിലേക്ക് വരുമ്പോഴുണ്ടായ കപ്പലിന്റെ നാശനഷ്ടങ്ങളുടെ കണക്കും പറഞ്ഞ് കുരുമുളകിന്റെ വില കുറയ്ക്കാൻ ശ്രമിക്കും. ഇളങ്കോവൻ കുരുമുളകിന്റെ ഗുണമേന്മയെയും റോമിലെ അതിന്റെ ഡിമാൻഡിനെയും കുറിച്ച് പറഞ്ഞ് വില കൂട്ടാനും ശ്രമിക്കും. അതൊരു നാടകമാണ്. രണ്ടുപേർക്കും അറിയാം അവസാനം എവിടെയാണ് കച്ചവടം ഉറപ്പിക്കുക എന്ന്. എങ്കിലും ആ നാടകം കളിച്ചേ മതിയാകൂ. ഇളങ്കോവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പുറത്ത് തുറമുഖം അതിന്റെ എല്ലാ തിരക്കുകളോടും കൂടി സജീവമാണ്. ദൂരെ മാർക്കസിന്റെ കപ്പലിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്ന തൊഴിലാളികളെ കാണാം. ഓരോ ചരക്കും കരയിലെത്തുമ്പോൾ ഇളങ്കോവന്റെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാകും, അതെല്ലാം എണ്ണിത്തിട്ടപ്പെടുത്താൻ. എല്ലാം രാജാവിന്റെ അറിവോടെ രാജാവിന്റെ നിയന്ത്രണത്തിലായിരുന്നു. മാർക്കസിനെ പോലുള്ളവർ കാണുന്നത് മുസിരിസിന്റെ വർണ്ണാഭമായ പുറംചട്ട മാത്രമാണ്. അതിന്റെ ഉള്ളിലെ ഉരുക്കുപോലുള്ള ഭരണ സംവിധാനത്തെ അവർ പലപ്പോഴും അറിയാറില്ല. ആ സംവിധാനമാണ് ഈ തുറമുഖത്തെ ഇത്രയും കാലം നിലനിർത്തുന്നത്.
ചേരരാജാവ് തലസ്ഥാനമായ വഞ്ചിയിലിരുന്ന് ഭരിക്കുമ്പോൾ മുസിരിസിലെ അദ്ദേഹത്തിന്റെ കണ്ണും കാതുമാണ് ഇളങ്കോവനെ പോലുള്ള ഉദ്യോഗസ്ഥർ. അവരുടെ നിഴലിലാണ് ഈ മഹാനഗരം വളരുന്നതും തളരുന്നതും. ഇളങ്കോവൻ മാർക്കസിനെ കാത്തിരുന്നു, അടുത്ത വിലപേശലിനായി, അടുത്ത കച്ചവടത്തിനായി. മാർക്കസ് എന്ന റോമൻ വ്യാപാരിയെയും ഇളങ്കോവൻ എന്ന ചേര ഉദ്യോഗസ്ഥനെയും ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ കഥ ഇതുവരെ മുന്നോട്ടു പോയത്. എന്നാൽ മുസിരിസ് എന്ന ആ വലിയ ക്യാൻവാസിൽ അവർ രണ്ടുപേരും രണ്ട് നിറങ്ങൾ മാത്രമായിരുന്നു. ആ നഗരത്തെ യഥാർത്ഥത്തിൽ ജീവനുള്ളതാക്കിയത് റോമിനുമപ്പുറമുള്ള ഒരു വലിയ ലോകത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. ഗ്രീക്കുകാരും റോമാക്കാരും മാത്രമല്ല, ചെങ്കടലിന്റെ തീരങ്ങളിൽ നിന്ന് വന്ന അറബികളും ബാബിലോണിയൻ പ്രവാസകാലം മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിപ്പോയ യഹൂദരും, ഒരുപക്ഷെ ദൂരെ ചൈനയിൽ നിന്നുള്ള വ്യാപാരികളുടെ പ്രതിനിധികൾ പോലും ആ തെരുവുകളിൽ തോളുരുമി നടന്നിരുന്നു. തുറമുഖത്തെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് നമുക്ക് നടന്നു ചെല്ലാം. ഇവിടം അറബികളുടെ താവളമാണ്. അവരുടെ ഉരുക്കൾ എന്ന് വിളിക്കുന്ന ചെറിയ ഉറപ്പുള്ള പത്തേമാരികൾ തീരത്തോട് ചേർന്ന് കിടക്കുന്നു. ഈ കപ്പലുകൾക്ക് റോമൻ കപ്പലുകളെപ്പോലെ ഭീമാകാരമായ വലിപ്പമില്ല. പക്ഷെ അവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവ നിർമ്മിച്ചിരിക്കുന്നത് ആണികൾ ഉപയോഗിച്ചല്ല, പകരം കയറുകൾ കൊണ്ട് പലകകൾ കൂട്ടിക്കെട്ടിയാണ്. അറബിക്കടലിലെ പവിഴപ്പുറ്റുകളിൽ തട്ടിയാലും പെട്ടെന്ന് തകരാതെ വഴക്കത്തോടെ നിൽക്കാൻ ഈ നിർമ്മാണ രീതി അവയെ സഹായിച്ചിരുന്നു. ഈ അറബി നാവികർ കടലിനെ അറിഞ്ഞവരാണ്. കേരള തീരത്തോട്ടുള്ള കാറ്റിനെക്കുറിച്ച് റോമക്കാർ അറിയുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ തീരം ചേർന്ന് യാത്ര ചെയ്ത് അവർ ഇന്ത്യയിലെത്തിയിരുന്നു. ഇവരുടെ പ്രധാന കച്ചവടം കുതിരകളായിരുന്നു. അറേബ്യൻ മരുഭൂമിയിലെ കരുത്തരായ കുതിരകളെ അവർ ഇവിടെ കൊണ്ടുവന്നു. ചേര രാജാക്കന്മാർക്കും മറ്റു നാട്ടുപ്രമാണികൾക്കും കുതിരപ്പട ഒരു വലിയ അഭിമാനമായിരുന്നു. യുദ്ധങ്ങളിൽ നിർണായക ശക്തിയായിരുന്നു കുതിരകൾ. അതുകൊണ്ടുതന്നെ അറബികൾ കൊണ്ടുവരുന്ന കുതിരകൾക്ക് സ്വർണത്തേക്കാൾ വിലയുണ്ടായിരുന്നു ഇവിടെ. പകരമായി അവർ ഇവിടുന്ന് കുരുമുളകും ഏലവും പിന്നെ വില കൂടിയ മരങ്ങളും ആനക്കൊമ്പും വാങ്ങി അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. ഈ അറബിത്തെരുവ് യവനച്ചേരിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇവിടത്തെ വായുവിൽ ഈന്തപ്പഴത്തിന്റെയും അത്തറിന്റെയും അവർ പുകയ്ക്കുന്ന ഒരു തരം ലഹരി വസ്തുവിന്റെയും ഗന്ധം തങ്ങി നിൽക്കുന്നു. അവരുടെ സംസാരഭാഷ വേറെ, വസ്ത്രധാരണ രീതി വേറെ. പുരുഷന്മാർ തലയിൽ ഒരു കെട്ടും അയഞ്ഞ കുപ്പായവും ധരിച്ചിരിക്കുന്നു. സ്ത്രീകൾ മുഖം മറച്ചിട്ടുണ്ട്. അവരുടെ കച്ചവട രീതികളും വ്യത്യസ്തമാണ്. വിലപേശലുകൾ ഉറക്കെയാണ്. ആഗ്യം കാണിച്ചുകൊണ്ടും ശബ്ദം കൊണ്ടും അവർ തങ്ങളുടെ ആവശ്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇതിനടുത്തായി മറ്റൊരു വിഭാഗം ആളുകളെ കാണാം, യഹൂദ വ്യാപാരികൾ. അവർക്ക് സ്വന്തമായി ഒരു തെരുവോ ചേരിയോ ഇല്ല. പക്ഷേ അവർക്കൊത്തുകൂടാനും പ്രാർത്ഥിക്കാനുമായി ഒരു ചെറിയ സിനഗോഗുണ്ട്. പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ എത്തിയവരാണ് അവരുടെ പൂർവികർ. ഒരുപക്ഷെ സോളമൻ രാജാവിന്റെ കാലത്ത് ഓഫീർ എന്ന നാട്ടിലേക്ക് സ്വർണം തേടിപ്പോയ കപ്പലുകളുടെ പിന്മുറക്കാർ, അല്ലെങ്കിൽ ബാബിലോണിയൻ ആക്രമണത്തിൽ സ്വന്തം നാട് നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി എത്തിയവർ. ചരിത്രകാരന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ഇപ്പോഴും വ്യക്തമായൊരു ധാരണയില്ല. എങ്ങനെയാണ് ആദ്യത്തെ യഹൂദ സംഘം ഇവിടെ എത്തിയതെന്നതിനെക്കുറിച്ച് പല കഥകളുണ്ട്. ഈ യഹൂദന്മാർ കച്ചവടത്തിൽ മിടുക്കരായിരുന്നു. അവർക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബന്ധങ്ങളുണ്ടായിരുന്നു. മെസൊപ്പൊട്ടേമിയയിലും ഈജിപ്തിലും പേർഷ്യയിലുമെല്ലാം അവരുടെ സമൂഹങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊരു രാജ്യത്തിന്റെ പ്രതിനിധികളായിട്ടല്ല, മറിച്ച് ഒരാഗോള ശൃംഖലയുടെ ഭാഗമായിട്ടാണ് കച്ചവടം ചെയ്തിരുന്നത്. അവർ പ്രധാനമായും കച്ചവടം ചെയ്തിരുന്നത് വിലപിടിപ്പുള്ള രത്നങ്ങളും മുത്തുകളുമായിരുന്നു. ഗുജറാത്തിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും വരുന്ന രത്നങ്ങൾ അവർ വാങ്ങി റോമിലും മറ്റു നാടുകളിലും കൊണ്ടുപോയി വിറ്റു. അവരുടെ ഒരു പ്രത്യേകത അവർക്ക് പല ഭാഷകൾ അറിയാമായിരുന്നു എന്നതാണ്. അതുകൊണ്ടുതന്നെ പലപ്പോഴും റോമക്കാരും നാട്ടുകാരും തമ്മിലുള്ള കച്ചവടത്തിൽ അവർ ഇടനിലക്കാരായി നിന്നു. ഈ വിവിധ സംഘങ്ങൾ തമ്മിൽ എപ്പോഴും സൗഹൃദമായിരുന്നു കാര്യങ്ങൾ? അല്ല. കച്ചവടത്തിലെ മത്സരങ്ങൾ പലപ്പോഴും ചെറിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അറബികളും റോമാക്കാരും തമ്മിൽ കുരുമുളകിന്റെ കുത്തകാവകാശത്തെ ചൊല്ലി തർക്കങ്ങൾ പതിവായിരുന്നു. റോമാക്കാർ വരുന്നതിന് മുൻപ് കുരുമുളക് വ്യാപാരത്തിന്റെ ഒരു വലിയ പങ്ക് നിയന്ത്രിച്ചിരുന്നത് അറബികളായിരുന്നു. അവർ കരമാർഗം പേർഷ്യ വഴിയും ചെങ്കടൽ വഴിയുമാണ് ഈ ചരക്കുകൾ യൂറോപ്പിലെത്തിച്ചിരുന്നത്. അതിന് ഒരുപാട് സമയമെടുക്കുമായിരുന്നു.
ഒരുപാട് ഇടനിലക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യൂറോപ്പിൽ കുരുമുളകിന് തീപിടിച്ച വിലയുണ്ടായിരുന്നത്. എന്നാൽ റോമാക്കാർ നേരിട്ട് കടൽമാർഗം മുസിരിസിലെത്താൻ തുടങ്ങിയതോടെ അറബികളുടെ ആ കച്ചവടത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു. ഇത് അവർക്കിടയിൽ ഒരു ശത്രുതയുണ്ടാക്കി. അതുപോലെ മതപരമായ വ്യത്യാസങ്ങളും ഈ നഗരത്തിന്റെ ഒരു യാഥാർത്ഥ്യമായിരുന്നു. റോമാക്കാർ തങ്ങളുടെ ചക്രവർത്തിയെയും ദേവന്മാരെയും ആരാധിച്ചു. യഹൂദന്മാർ തങ്ങളുടെ ഏകദൈവത്തിൽ വിശ്വസിച്ചു. തദ്ദേശീയർ നാഗങ്ങളെയും അമ്മദൈവങ്ങളെയും പ്രകൃതിശക്തികളെയും ആരാധിച്ചു. ഈ വിശ്വാസങ്ങളെല്ലാം ഇവിടെ ഒരുമിച്ച് നിലനിന്നു. ചേര രാജാക്കന്മാർ ഇക്കാര്യത്തിൽ വളരെ സഹിഷ്ണുതയുള്ള ഒരു നയമാണ് സ്വീകരിച്ചിരുന്നത്. അവർ ആരുടെയും വിശ്വാസങ്ങളിൽ ഇടപെടാൻ പോയില്ല. കച്ചവടം സുഗമമായി നടക്കുന്നിടത്തോളം കാലം ആര് ഏത് ദൈവത്തെ ആരാധിക്കുന്നു എന്നത് അവർക്ക് ഒരു വിഷയമായിരുന്നില്ല. ഈ സാംസ്കാരിക വിനിമയത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഭാഷയായിരുന്നു. മുസിരിസിലെ തെരുവിൽ സംസാരിച്ചിരുന്ന ഭാഷ ഏതായിരിക്കും? അതൊരു സങ്കര ഭാഷയായിരുന്നിരിക്കാം. തമിഴും ഗ്രീക്കും അറബിയും ഹീബ്രുവും സംസ്കൃതവുമെല്ലാം കലർന്ന ഒരു പിഡ്ജിൻ ഭാഷ. കച്ചവടം നടത്താൻ ആവശ്യമായ വാക്കുകൾ മാത്രമുള്ള ഒരു ലളിതമായ ഭാഷ. ഒരു ചാക്ക് കുരുമുളക് 10 സ്വർണ്ണ നാണയം എന്നു പറയാൻ ഒരു പുതിയ ഭാഷ തന്നെ അവിടെ രൂപപ്പെട്ടിരിക്കാം. ഈ ഒരുമിച്ച് ചേരലിന്റെ മറ്റൊരു വിചിത്രമായ ഉദാഹരണമാണ് ഭക്ഷണ രീതികൾ. റോമൻ വ്യാപാരികൾ കൊണ്ടുവന്ന വീഞ്ഞും ഒലിവെണ്ണയും ഇവിടെ പ്രചാരത്തിലായി. പകരം ഇവിടത്തെ സുഗന്ധവ്യഞ്ജനങ്ങൾ അവരുടെ ഭക്ഷണത്തിലും ഇടം പിടിച്ചു. കുരുമുളകിട്ട റോമൻ സൂപ്പിനെക്കുറിച്ച് അക്കാലത്ത് പാചക പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ അറബികൾ കൊണ്ടുവന്ന ഈന്തപ്പഴം ഇവിടത്തെക്കാരുടെ മധുരപലഹാരങ്ങളിൽ ചേർക്കാൻ തുടങ്ങി. ഈ കൊടുക്കൽ വാങ്ങലുകൾക്കിടയിൽ റോമിനും ഇന്ത്യയ്ക്കും അപ്പുറമുള്ള ഒരു പുതിയ ലോക സംസ്കാരം തന്നെ മുസിരിസിൽ രൂപപ്പെടുകയായിരുന്നു. ഇതൊരു തുറമുഖം മാത്രമായിരുന്നില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അറിവുകളും ആശയങ്ങളും സംസ്കാരങ്ങളും രക്തവും തമ്മിൽ കലർന്ന ഒരു വലിയ ലബോറട്ടറിയായിരുന്നു. മാർക്കസ് കണ്ടത് റോമൻ കപ്പലുകളെയും യവനച്ചേരിയെയുമാണെങ്കിൽ ആ നഗരത്തിന്റെ യഥാർത്ഥ ആത്മാവ് കുടികൊണ്ടിരുന്നത് ഈ സങ്കര സ്വഭാവത്തിലുമായിരുന്നു. ഓരോ കച്ചവടക്കാരനും കുരുമുളക് ചാക്കുകൾ കൊണ്ട് മാത്രമല്ല, ഒരു പുതിയ ലോകത്തിന്റെ ഓർമ്മകളും അനുഭവങ്ങളും കൊണ്ടുകൂടിയാണ് അവിടെ നിന്ന് തിരികെ പോയത്. മുസിരിസിലെ വലിയ വെയർഹൌസുകളിലും യവനച്ചേരിയിലെ സത്രങ്ങളിലും രാജാവിൻ്റെ കാര്യാലയത്തിലും കച്ചവടത്തിൻ്റെ വലിയ കളികൾ നടക്കുമ്പോൾ അവിടെ നിന്ന് അധികം ദൂരെയല്ലാതെ പെരിയാറിൻ്റെ ഒരു കൈവഴിയുടെ തീരത്ത് ഒരു ചെറിയ കുടിലുണ്ട്. അവിടെയാണ് ചേരനും അയാളുടെ ഭാര്യ നീലിയും താമസിക്കുന്നത്. അവരുടെ ലോകം വളരെ ചെറുതാണ്. ഈ പുഴയും പുഴയിലെ മീനും കുടിലിനു പിന്നിലെ ചെറിയൊരു തുണ്ടു പറമ്പിൽ അവർ നട്ടുവളർത്തുന്ന കപ്പയും കാച്ചിലുമാണ് അവരുടെ ജീവിതം. ചേരൻ ഒരു മുക്കുവനാണ്. അയാൾ എല്ലാ ദിവസവും രാവിലെ തൻ്റെ ചെറിയ തോണിയുമായി പുഴയിലേക്ക് ഇറങ്ങും. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ തോണിയിൽ അന്നത്തിനുള്ള മീനുണ്ടാവും. നീലി ആ മീൻ കറി വയ്ക്കും. പുഴുങ്ങിയ കപ്പയോടൊപ്പം അവരത് കഴിക്കും. അധികം കിട്ടുന്ന മീൻ അടുത്തുള്ള ചന്തയിൽ കൊണ്ടുപോയി കൊടുത്ത് പകരം ഉപ്പും മുളകും വല്ലപ്പോഴും കുറച്ച് അരിയും വാങ്ങും. അവരുടെ ജീവിതം വളരെ ലളിതമായിരുന്നു. അവർക്ക് ആവശ്യങ്ങൾ കുറവായിരുന്നു. പുഴ എന്തു നൽകുന്നോ അതുകൊണ്ട് അവർ തൃപ്തരായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാര്യങ്ങളെല്ലാം മാറാൻ തുടങ്ങിയിരുന്നു. മുസിരിസ് തുറമുഖം കൂടുതൽ സജീവമായതോടെ ചേരനെപ്പോലുള്ള സാധാരണക്കാർക്കും അതിൻ്റെ അലയൊളികൾ അനുഭവപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ ചേരൻ എല്ലാ ദിവസവും മീൻ പിടിക്കാൻ പോകുന്നില്ല. ആഴ്ചയിൽ 2-3 ദിവസം അയാൾ തോണിയെടുത്ത് തുറമുഖത്തേക്ക് പോകും. അവിടെ മാർക്കസിനെ പോലുള്ളവരുടെ വലിയ കപ്പലുകളിൽ നിന്ന് ചരക്കുകൾ ചെറിയ തോണികളിലേക്ക് മാറ്റാനും അത് കരയിലെത്തിക്കാനും ആളുകളെ വേണം. അതൊരു നല്ല വരുമാനമുള്ള ജോലിയാണ്. വൈകുന്നേരം അയാൾ തിരികെ വരുമ്പോൾ കയ്യിൽ കുറച്ച് ചെമ്പു നാണയങ്ങളുണ്ടാകും. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു വെള്ളി നാണയം വരെ കിട്ടും. ഈ മാറ്റം അവരുടെ ജീവിതത്തിൽ പ്രകടമാണ്. അവരുടെ കുടിലിൻ്റെ മൂലയിൽ ഇപ്പോൾ ഒരു മൺകുടത്തിൽ കുറച്ച് നാണയങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. മുൻപ് അവർക്ക് പണത്തിൻ്റെ ആവശ്യം വളരെ കുറവായിരുന്നു. ബാർട്ടർ സിസ്റ്റം, അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയായിരുന്നു പ്രധാനം. മീനിനു പകരം അരി, തേങ്ങയ്ക്കു പകരം ഉപ്പ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. തുറമുഖത്തിനടുത്തുള്ള ചന്തയിൽ പണം കൊടുത്താൽ എന്തും കിട്ടും. നീലിയുടെ അടുക്കളയിലും മാറ്റങ്ങളുണ്ടായി. മുൻപ് അവൾ മൺകലങ്ങളിൽ മാത്രമാണ് ഭക്ഷണം പാചകം ചെയ്തിരുന്നത്.
കഴിഞ്ഞ ദിവസം ചേരൻ തുറമുഖത്ത് നിന്ന് വരുമ്പോൾ ഒരു സമ്മാനം കൊണ്ടുവന്നു. ഒരു റൂമൻ വീഞ്ഞുകുടത്തിന്റെ പൊട്ടിയ കഷ്ണം, നല്ല മിനുസമുള്ള കട്ടിയുള്ളൊരു കഷ്ണം. നീലി അതിലിപ്പോൾ ചമ്മന്തി അരയ്ക്കുന്നു. അവളുടെ കൂട്ടുകാരികൾ അസൂയയോടെയാണ് ആ വിദേശി അമ്മിക്കല്ലിനെ നോക്കുന്നത്. അതുപോലെ അവരുടെ മകൾ കളിക്കുന്നത് ഒരു ചെറിയ നീല ഗ്ലാസ് കഷ്ണം വെച്ചാണ്. തുറമുഖത്തുപേക്ഷിക്കപ്പെട്ട ഒരു റോമൻ കുപ്പിയിൽ നിന്ന് കിട്ടിയതാണ്. അവൾക്കത് ഒരു അമൂല്യമായ രത്നമാണ്. പല ചരിത്രകാരന്മാരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഈ വ്യാപാരം കാരണം യഥാർത്ഥത്തിൽ മെച്ചപ്പെട്ടുവോ അതോ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണോ എന്ന്. ഒരു വശത്ത് അവരുടെ കയ്യിൽ പണം വന്നു. അവർക്ക് നല്ല ഭക്ഷണം കഴിക്കാനും നല്ല വസ്ത്രം ധരിക്കാനും കഴിഞ്ഞു. നീലിക്കിപ്പോൾ വർഷത്തിലൊരിക്കൽ വാങ്ങിയിരുന്ന മുരുക്കൻ പുടവയ്ക്ക് പകരം ഈജിപ്തിൽ നിന്ന് വരുന്ന നിറമുള്ള നേർത്ത തുണി കൊണ്ടുള്ള ഒരു മേൽമുണ്ട് വാങ്ങാൻ കഴിഞ്ഞു. അത് ധരിച്ച് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത അഭിമാനം തോന്നി. എന്നാൽ മറുവശത്ത് ഈ മാറ്റങ്ങൾ പുതിയ തലവേദനകളും കൊണ്ടുവന്നു. മുൻപ് അവരുടെ ഗ്രാമം ശാന്തമായിരുന്നു. എല്ലാവർക്കും പരസ്പരം അറിയാമായിരുന്നു. എന്നാൽ ഇപ്പോൾ തുറമുഖത്തെ ജോലി തേടി പല നാട്ടിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അവർ പുഴയുടെ തീരത്ത് പുതിയ കുടിലുകൾ കെട്ടി. അതോടെ ചെറിയ മോഷണങ്ങളും വഴക്കുകളും പതിവായി. ചേരൻ ഇപ്പോൾ രാത്രിയിൽ തന്റെ തോണി കരയിൽ വെറുതെ ഇട്ടിട്ട് പോകാൻ പേടിയാണ്. അയാളത് കയറുകൊണ്ട് വീടിന്റെ തൂണിൽ കെട്ടിയിടും. അതുപോലെ ജീവിത ചെലവും കൂടി. മുൻപ് പുഴയിൽ നിന്ന് ഇഷ്ടം പോലെ മീൻ കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുഴയിൽ നിറയെ വലിയ കപ്പലുകളും തോണികളുമാണ്. എപ്പോഴും ബഹളമാണ്. അതുകൊണ്ട് തന്നെ മീനുകൾ പുഴയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് വലിയാൻ തുടങ്ങി. മീൻപിടുത്തം കൂടുതൽ ബുദ്ധിമുട്ടായി മാറി. ചന്തയിൽ സാധനങ്ങളുടെ വിലയും കൂടി. മുൻപ് ഒരു കുട്ട മീനിന് കിട്ടിയിരുന്ന അത്രയും അരി ഇപ്പോൾ കിട്ടുന്നില്ല. കാരണം തുറമുഖത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ പണം കൊടുത്ത് അരി വാങ്ങാൻ കഴിയും. അതോടെ കച്ചവടക്കാർ വില കൂട്ടി. ചേരനെപ്പോലെ പരമ്പരാഗത ജോലി ചെയ്യുന്നവർക്ക് അതൊരു തിരിച്ചടിയായി. ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഇര ഒരുപക്ഷെ പെരിയാർ തന്നെയായിരിക്കാം. ദിവസവും നൂറുകണക്കിന് കപ്പലുകളും തോണികളും അതിലൂടെ കടന്നുപോകുന്നു. കപ്പലുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, കേടുവന്ന സാധനങ്ങൾ എല്ലാം പുഴയിലേക്കാണ് തള്ളുന്നത്. പുഴയുടെ നിറം മാറുന്നത് നീലിയെന്നും ശ്രദ്ധിക്കാറുണ്ട്. മുൻപ് കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനൊരു കലങ്ങിയ നിറമാണ്. പുഴയോരത്ത് കുളിക്കാൻ പോകുമ്പോൾ കാലിൽ എണ്ണയുടെ മെഴുക്ക് പുരളുന്നു. ഒരു ദിവസം വൈകുന്നേരം ചേരൻ അല്പം അസ്വസ്ഥനായാണ് വീട്ടിൽ വന്നത്. തുറമുഖത്ത് ഒരു ഗ്രീക്ക് വ്യാപാരിയും റോമൻ വ്യാപാരിയും തമ്മിൽ വലിയ വഴക്കുണ്ടായി. അതിന്റെ അവസാനം അത് കയ്യാങ്കളിയിലെത്തി. ചേരരാജാവിന്റെ ഭടന്മാർ വന്ന് രണ്ടുപേരെയും പിടിച്ചുകൊണ്ടുപോയി. അവർക്ക് എന്തിന്റെ കേടാണ്? ചേരൻ നീലിയോട് ചോദിച്ചു. നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ പുഴയുടെ തീരത്ത് നിന്ന് അവർ തമ്മിൽ തല്ലുന്നു. എല്ലാം പണത്തിനു വേണ്ടിയുള്ള ആർത്തിയാണ്. നീലി ഒന്നും പറഞ്ഞില്ല. അവൾ അടുപ്പിൽ തീ ഊതിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സിൽ പക്ഷെ വേറൊരു ചിന്തയായിരുന്നു. അവരുടെ മകൾക്ക് ഈയിടെയായി പനി വന്നിട്ട് അത് മാറുന്നില്ല. നാട്ടിലെ വൈദ്യൻ എന്തൊക്കെയോ പച്ചിലകൾ അരച്ചു കൊടുത്തു. പക്ഷെ ഒരു കുറവുമില്ല. തുറമുഖത്തിനടുത്തുള്ള ഒരു വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയാലോ എന്ന് അവൾ ആലോചിച്ചു. അവർക്ക് പണം കൊടുത്താൽ ഏതസുഖവും മാറ്റാൻ കഴിയുന്ന മരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊരുപാട് വെള്ളിനാണയങ്ങൾ വേണ്ടിവരും. അത്രയും പണം അവരുടെ കയ്യിലില്ല. അവളൊരു ദീർഘനിശ്വാസത്തോടെ അടുപ്പിലേക്ക് നോക്കി. പുതിയ ലോകം ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ആ വാഗ്ദാനങ്ങൾക്കെല്ലാം ഒരു വിലയുണ്ട്. ആ വില കൊടുക്കാൻ ചേരനെപ്പോലുള്ള സാധാരണക്കാർക്ക് കഴിയുമോ എന്നതായിരുന്നു യഥാർത്ഥ ചോദ്യം. അവരുടെ ജീവിതം പെരിയാറിലെ ഓളങ്ങൾ പോലെ ഒരേ സമയം പ്രതീക്ഷയിലേക്കും ആശങ്കയിലേക്കും ഒഴുകിക്കൊണ്ടിരുന്നു. ഇതുവരെ നമ്മൾ മുസിരിസ് എന്ന ആ വലിയ നഗരത്തിന്റെ കാഴ്ചകളും അവിടുത്തെ കച്ചവടത്തിന്റെ തിരക്കുകളും പല നാട്ടുകാരുടെ സംഗമവുമൊക്കെയാണ് കണ്ടത്. ചേരരാജാവിന്റെ ഭരണവും സാധാരണക്കാരുടെ ജീവിതവും എല്ലാം നമ്മൾ മെല്ലെ തൊട്ടറിഞ്ഞു. എന്നാൽ ഒരു നിമിഷം നമുക്കൊന്ന് പിന്നോട്ട് പോകാം. ഇത്രയധികം റോമൻ കപ്പലുകൾ, ഇത്രയധികം ധനം, ഇത്രയധികം ആൾക്കാർ, ഇത്ര കൃത്യമായി എല്ലാ വർഷവും എങ്ങനെയാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി ഈ ചെറിയ തീരത്തേക്ക് എല്ലാവരും എത്തിക്കൊണ്ടിരുന്നത്? കടലെപ്പോഴും ശാന്തമായിരുന്നു. വഴിയിൽ അപകടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? തുടങ്ങി ഒട്ടനവധി ചോദ്യത്തിനുള്ള ഉത്തരം ഒരൊറ്റ വാക്കിലാണ് ഒതുങ്ങുന്നത്: കാറ്റ്. പക്ഷെ അതൊരു സാധാരണ കാറ്റായിരുന്നില്ല. അതൊരു വിപ്ലവമായിരുന്നു.
ആ കാറ്റിന്റെ രഹസ്യം മനസ്സിലാക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലേക്ക് നമുക്ക് ഒരു നിമിഷം പോകാം. അന്ന് യവനന്മാരുടെ കപ്പലുകൾ മുസിരിസിലേക്ക് വന്നിരുന്നത് കരയോരം ചേർന്നായിരുന്നു. ഈജിപ്തിലെ ചെങ്കടൽ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെട്ട് അറേബ്യൻ ഉപദ്വീപിന്റെ തീരം പറ്റി പേർഷ്യൻ ഉൾക്കടലിന്റെ തീരത്തുകൂടി ഇന്നത്തെ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും പടിഞ്ഞാറൻ തീരങ്ങളിലൂടെ വളഞ്ഞും പുളഞ്ഞും മാസങ്ങളും വർഷങ്ങളും എടുത്തായിരുന്നു ആ യാത്ര. അതൊരു പേടി സ്വപ്നം പോലെയായിരുന്നു. ഓരോ തീരത്തും കടൽക്കൊള്ളക്കാരുടെ ഭീഷണി ഉണ്ടായിരുന്നു. ഓരോ രാജ്യത്തും അവിടുത്തെ ഭരണാധികാരികൾക്ക് കപ്പം കൊടുക്കണമായിരുന്നു. കാലാവസ്ഥ എപ്പോൾ മാറുമെന്ന ഒരു നിശ്ചയവുമില്ല. ഒരുപാട് കപ്പലുകൾ യാത്രക്കിടയിൽ തകർന്നുപോയി. ഭാഗ്യമുള്ള കുറച്ചുപേർ മാത്രം ലക്ഷ്യസ്ഥാനത്തെത്തി. അതുകൊണ്ട് തന്നെ അന്ന് വന്നിരുന്ന കപ്പലുകൾ ചെറുതായിരുന്നു, കൊണ്ടുവരുന്ന ചരക്കുകൾ കുറവായിരുന്നു, ലാഭവും അതിനനുസരിച്ച് പരിമിതവുമായിരുന്നു. മുസിരിസ് അന്നും ഒരു തുറമുഖം തന്നെയായിരുന്നു, പക്ഷെ ഇന്നീ കാണുന്ന അത്രയും വലിയൊരു ആഗോള ശക്തിയായിരുന്നില്ല. അറബിക്കടലിനെ അവർക്ക് പേടിയായിരുന്നു. കരകാണാ ദൂരത്തേക്ക്, തുറന്ന കടലിലേക്ക് കപ്പലോടിക്കാൻ അവർ ഭയന്നു. കാരണം അവിടെ ഒരു ഭീകരനുണ്ടായിരുന്നു. വർഷത്തിൽ 2 തവണ ഭാവം മാറുന്ന ഒരു ഭീമാകാരനായ കാറ്റ്. ഒരു സീസണിൽ അത് തെക്കുപടിഞ്ഞാറ് നിന്ന് വടക്ക് കിഴക്കോട്ട് ആഞ്ഞടിക്കും, കടലിനെ പ്രക്ഷുബ്ധമാക്കും. അടുത്ത സീസണിൽ നേരെ തിരിച്ച് വടക്ക് കിഴക്ക് നിന്ന് തെക്കുപടിഞ്ഞാറോട്ടാക്കും അതിൻ്റെ യാത്ര. ഈ കാറ്റിൻ്റെ ശക്തിയിൽപ്പെട്ടാൽ ചെറിയ കപ്പലുകൾ തവിടുപൊടിയാകും. അതുകൊണ്ട് തന്നെ ആരും ആ സാഹസത്തിന് മുതിർന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ഹിപ്പാലസ് എന്നു പേരുള്ള ഒരു ഗ്രീക്ക് നാവികൻ ചരിത്രത്തിലേക്ക് കടന്നുവരുന്നത്. ചിലർ പറയുന്നു അയാൾ ഒരു കപ്പിത്താനായിരുന്നെന്ന്. മറ്റു ചിലർ പറയുന്നത് അയാൾ ഒരു സാധാരണ നാവികൻ മാത്രമായിരുന്നെന്നാണ്. അങ്ങനെ ഹിപ്പാലസ് ഒരു കാര്യം ശ്രദ്ധിച്ചു. വർഷങ്ങളായി ആ വഴിക്ക് യാത്ര ചെയ്യുന്ന അറബി വ്യാപാരികൾക്ക് ഈ കാറ്റിനെക്കുറിച്ച് കൂടുതൽ അറിയാമായിരുന്നു. അവർ ഈ കാറ്റിനെ ഒരു ഭീകരനായിട്ടല്ല, മറിച്ച് ഒരു വഴികാട്ടിയായിട്ടാണ് കണ്ടിരുന്നത്. ഹിപ്പാലസ് അവരുമായി സംസാരിച്ചു, അവരുടെ അറിവുകൾ മനസ്സിലാക്കി, സ്വന്തമായി നിരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെ അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ മൺസൂൺ കാറ്റ് ഒരു ശത്രുവല്ല, മറിച്ചൊരു സുഹൃത്താണ്. അതിനൊരു കൃത്യമായ സമയക്രമമുണ്ട്. അതിന്റെ ദിശ പ്രവചിക്കാൻ സാധിക്കും. ജൂൺ ജൂലൈ മാസങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുമ്പോൾ ചെങ്കടലിൽ നിന്ന് കപ്പലെടുത്താൽ ആ കാറ്റ് നിങ്ങളെ ഒരു പായ വെച്ചതുപോലെ നേരെ ഇന്ത്യയുടെ മലബാർ തീരത്തെത്തിക്കും. കരയോരം ചേർന്ന് കറങ്ങി നടക്കേണ്ട ആവശ്യമില്ല. തുറന്ന കടലിലൂടെ നേരെ ഒറ്റപ്പോക്ക്. അതുപോലെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ വടക്കുകിഴക്കൻ കാറ്റടിച്ചു തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് തിരിച്ചും പോകാം. ആ കാറ്റ് നിങ്ങളെ നേരെ അറേബ്യൻ തീരത്തേക്കോ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തേക്കോ എത്തിക്കും. ഇതൊരു ചെറിയ കണ്ടുപിടുത്തമായിരുന്നില്ല. മനുഷ്യൻ ആദ്യമായി ചക്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതുപോലെ, അല്ലെങ്കിൽ തീ കണ്ടുപിടിച്ചതുപോലെ വിപ്ലവകരമായ ഒന്നായിരുന്നു അത്. കരയോരം ചേർന്ന് ഭയന്ന് യാത്ര ചെയ്തിരുന്ന ഒരു ലോകത്തിനു മുന്നിൽ കടലിനെ കീറിമുറിച്ചു പോകാനുള്ള ഒരു എക്സ്പ്രസ് ഹൈവേ തുറന്നു കിട്ടിയതുപോലെയായിരുന്നു അത്. ഹിപ്പാലസ് ആ രഹസ്യം റോമൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതോടെ എല്ലാം മാറിമറിഞ്ഞു. ഹിപ്പാലസിന്റെ കണ്ടുപിടുത്തം ഒരു കാട്ടുതീ പോലെ പടരുന്നു. റോമൻ കപ്പൽ നിർമ്മാതാക്കൾക്ക് പുതിയൊരു ആത്മവിശ്വാസം ലഭിച്ചു. ഇനി തീരം ചേർന്നു പോകാനുള്ള ചെറിയ കപ്പലുകളല്ല വേണ്ടത്. തുറന്ന കടലിലെ തിരമാലകളെ അതിജീവിക്കാൻ കെൽപ്പുള്ള, കൂടുതൽ ചരക്ക് കയറ്റാൻ സാധിക്കുന്ന വലിയ കപ്പലുകൾ വേണം. അതോടെ കപ്പൽ നിർമ്മാണത്തിന്റെ രീതി തന്നെ മാറി. കൂടുതൽ ഉറപ്പുള്ള തടികൾ ഉപയോഗിച്ചു. പായകളുടെ എണ്ണവും വലുപ്പവും കൂടി. 100-200 ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന ആയിരക്കണക്കിന് ടൺ ചരക്ക് കൊള്ളുന്ന ഭീമാകാരമായ കപ്പലുകൾ നിർമ്മിക്കപ്പെട്ടു. റോമൻ സാമ്രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം മുഴുവൻ ഈ പുതിയ അവസരം മുതലെടുക്കാനായി ഉപയോഗിച്ചു. അങ്ങനെ യാത്രയുടെ ദൈർഘ്യം കുറഞ്ഞു. മുൻപ് 1 വർഷമോ അതിൽ കൂടുതലോ എടുത്തിരുന്ന യാത്ര ഇപ്പോൾ വെറും 40 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാമെന്നായി. ഈജിപ്തിലെ ബെർണീക്കെ തുറമുഖത്ത് നിന്നും ജൂലൈയിൽ പുറപ്പെട്ടാൽ സെപ്റ്റംബറോടെ മുസിരിസിലെത്താം. അവിടെ കച്ചവടം നടത്തി ഡിസംബറിലോ ജനുവരിയിലോ മടക്കയാത്ര തുടങ്ങിയാൽ ഫെബ്രുവരിയോടെ തിരിച്ചുമെത്താം. 1 വർഷം കൊണ്ട് പോയി വരാവുന്ന ഒരു ചെറിയ ട്രിപ്പായി ആ നീണ്ട കടൽ യാത്ര മാറി. ഇതോടെ മുസിരിസിലേക്കുള്ള കപ്പലുകളുടെ എണ്ണം പെരുകി.
ചരിത്രകാരനായ സ്ട്രാബോ എഴുതിയത് പ്രകാരം ഒരു വർഷം 120ഓളം കപ്പലുകളാണ് ഈജിപ്ഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരുന്നത്. അതായത് മൺസൂൺ സീസണിൽ ഏകദേശം ദിവസവും 1-2 കപ്പലുകൾ മുസിരിസിനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിരുന്നു. മുസിരിസിനെ തുറമുഖം രാവും പകലും സജീവമായി. അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കപ്പലുകളെ സ്വീകരിക്കാനും പോകുന്ന കപ്പലുകളിൽ ചരക്ക് കയറ്റാനും എപ്പോഴും തിരക്കായി. ഈ കണ്ടുപിടുത്തം കച്ചവടത്തിന്റെ രീതിയെയും മാറ്റിമറിച്ചു. മുൻപ് ചെറിയ അളവിൽ കൊണ്ടുവന്നിരുന്ന സ്വർണവും വീഞ്ഞും ഗ്ലാസുമെല്ലാം ഇപ്പോൾ കപ്പലുകൾ നിറയെ കൊണ്ടുവരാൻ തുടങ്ങി. തിരിച്ചു കുരുമുളകും ഏലവും മാത്രമല്ല, മുത്തും പവിഴവും ആനക്കൊമ്പും പട്ടും, അങ്ങനെ വിലപിടിപ്പുള്ളത് എന്തും വലിയ അളവിൽ റോമിലേക്ക് ഒഴുകാൻ തുടങ്ങി. മുസിരിസ് എന്ന ചെറിയ തുറമുഖം റോമാ സാമ്രാജ്യത്തിന്റെ ആഡംബരങ്ങളുടെ ഉറവിടമായി മാറി. റോമിലെ പ്രഭുക്കന്മാരുടെ തീന്മേശയിൽ കുരുമുളകിന്റെ അളവ് കൂടി. അവർ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ മലബാറിൽ നിന്നുള്ള പട്ടിന്റെ തിളക്കം കൂടി. ഹിപ്പാലസിന്റെ കാറ്റ് എന്ന് പിന്നീട് അറിയപ്പെട്ട ഈ മൺസൂൺ കാറ്റുകൾ വെറും കാറ്റായിരുന്നില്ല. അത് 2 മഹത്തായ സംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച ഒരു പാലമായിരുന്നു. അത് ധനത്തിന്റെ മാത്രമല്ല, ആശയങ്ങളുടെയും അറിവുകളുടെയും മനുഷ്യരുടെയും പ്രവാഹത്തിന് കാരണമായി. യവനന്മാരുടെ ജ്യോതിശാസ്ത്രവും ഗണിതവും ഇന്ത്യയിലേക്കും ഇന്ത്യയുടെ തത്വചിന്തകളും കഥകളും അങ്ങോട്ടുമെല്ലാം ഈ കാറ്റിന്റെ ചിറകിലേറിയാണ് സഞ്ചരിച്ചത്. ഹിപ്പാലസ് എന്ന ആ നാവികൻ ഒരുപക്ഷെ താൻ എന്താണ് തുറന്നുവിട്ടതെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അയാൾ വെറുമൊരു എളുപ്പവഴി മാത്രമാണ് അന്വേഷിച്ചത്. പക്ഷെ അയാൾ കണ്ടെത്തിയത് ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വ്യാപാരപാതയാണ്. മുസിരിസിന്റെ സുവർണ കാലഘട്ടം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഹിപ്പാലസിന്റെ ആ കണ്ടുപിടുത്തത്തോടെയാണ്. ആ കാറ്റാണ് മുസിരിസിനെ ലോകഭൂപടത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാക്കി മാറ്റിയത്. നമ്മൾ ഇത്രയും നേരം കണ്ട മാർക്കസ് എന്ന റോമൻ വ്യാപാരിയും ചേര രാജാവും പെരിയാറിന്റെ തീരത്തെ ജീവിതവുമെല്ലാം എവിടെയാണ് സംഭവിച്ചത്? മുസിരിസ് എന്ന ആ മഹാനഗരം എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? ഈ കഥകളെല്ലാം നമ്മൾ കേൾക്കുന്നത് പ്ലിനിയെ പോലെയുള്ള റോമൻ ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളിൽ നിന്നും, പെരിപ്ലസ് ഓഫ് ദ എരിത്രിയൻ സീ പോലുള്ള യാത്രാ വിവരണങ്ങളിൽ നിന്നും, നമ്മുടെ സ്വന്തം സംഘം ലിറ്ററേച്ചറിൽ നിന്നുമൊക്കെയാണ്. നൂറ്റാണ്ടുകളോളം മുസിരിസ് എന്നത് ഈ പുസ്തകങ്ങളിലെ ഒരു പേരു മാത്രമായിരുന്നു. അതിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. ഒരു പ്രേതനഗരം പോലെ, ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്ന ഒരിടം. പലരും വിശ്വസിച്ചിരുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ പട്ടണം തന്നെയാണ് അന്നത്തെ മുസിരിസ് എന്നാണ്. അതിന് കാരണങ്ങളുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആഗമനവുമായി ബന്ധപ്പെട്ട കഥകൾ, ഇതെല്ലാം വിരൽ ചൂണ്ടിയത് അങ്ങോട്ടേക്കായിരുന്നു. ചരിത്രകാരന്മാർ വർഷങ്ങളോളം കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും മുസിരിസിന്റെ തെളിവുകൾക്കായി തിരഞ്ഞു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇത്രയും വലിയ ലോകപ്രശസ്തമായ ഒരു തുറമുഖ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ എവിടെയെന്നും, റോമാക്കാരുമായി ഇത്രയധികം വ്യാപാരം നടന്നിരുന്നെങ്കിൽ അവരുടെ നാണയങ്ങളും പാത്രങ്ങളും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുമെല്ലാം മണ്ണിനടിയിൽ നിന്ന് കിട്ടേണ്ടതല്ലേ എന്നുള്ള സംശയം ഉടലെടുത്തു. പ്രതീക്ഷിച്ച അത്രയും വലിയ തെളിവുകളൊന്നും കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നിന്ന് കണ്ടെത്താനായില്ല. അതോടെ ചരിത്രകാരന്മാർക്കിടയിൽ സംശയങ്ങൾ തുടങ്ങി. ഒരുപക്ഷെ മുസിരിസ് കൊടുങ്ങല്ലൂരിൽ നിന്ന് അല്പം മാറിയായിരിക്കുമോ? അതോ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എല്ലാ തെളിവുകളും പൂർണ്ണമായി നശിച്ചുപോയോ എന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഒളിപ്പിച്ചു വെച്ചത് കൊടുങ്ങല്ലൂരിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത പെരിയാറിന്റെ തീരത്തുള്ള ഒരു ചെറിയ ഗ്രാമമായിരുന്നു. പട്ടണം എന്നായിരുന്നു ആ ഗ്രാമത്തിന്റെ പേര്. വളരെ സാധാരണമായൊരു ഗ്രാമം. പറമ്പിൽ കിളയ്ക്കുമ്പോഴും കിണർ കുഴിക്കുമ്പോഴും വീടിന് തറയെടുക്കുമ്പോഴും അവർക്ക് മണ്ണിനടിയിൽ നിന്ന് പലതും കിട്ടുമായിരുന്നു. പല നിറങ്ങളിലുള്ള ചെറിയ മുത്തുമണികൾ, പഴയ പാത്രങ്ങളുടെ കഷ്ണങ്ങൾ, തുരുമ്പിച്ച ലോഹ കഷ്ണങ്ങൾ. അവിടുത്തെ ആളുകൾക്ക് അതൊരു പുതിയ കാര്യമല്ലായിരുന്നു. തലമുറകളായി അവർ അതൊക്കെ കാണുന്നതാണ്. കുട്ടികൾ ആ മുത്തുമണികൾ പെറുക്കിയെടുത്ത് കളിക്കുമായിരുന്നു. ചിലർ അവർക്ക് കിട്ടിയ പഴയ നാണയങ്ങൾ എന്താണെന്നറിയാതെ സൂക്ഷിച്ചുവെച്ചു. അതവരുടെ ഗ്രാമത്തിന്റെ മണ്ണിൽ അലിഞ്ഞുചേർന്ന ഒരു രഹസ്യമായിരുന്നു. 2007 കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പുരാവസ്തു ഗവേഷകർ ഈ കഥകൾ കേട്ടറിഞ്ഞ് പട്ടണത്തിലേക്ക് വന്നു. അവർ കാര്യങ്ങൾ ഗൗരവമായി എടുത്തു. അവർ ശാസ്ത്രീയമായ രീതിയിൽ ഖനനം ആരംഭിച്ചു. ഓരോ കോരിമണ്ണും അരിച്ച് ശ്രദ്ധയോടെ പരിശോധിക്കാൻ തുടങ്ങി. അധികം വൈകാതെ അവർക്ക് മനസ്സിലായി
അവർ ചവിട്ടി നിൽക്കുന്നത് വെറും ഒരു പഴയ ഗ്രാമത്തിലല്ല, മറിച്ച് ഒരു നിധികുംഭത്തിന് മുകളിലാണെന്ന്. അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ കണ്ട് ഗവേഷകരുടെ കണ്ണ് തള്ളിപ്പോയി. അവയൊന്നും ചില്ലറ സാധനങ്ങളല്ലായിരുന്നു. റോമൻ ചക്രവർത്തിമാരായ അഗസ്റ്റസിന്റെയും തൈബേരിയസിന്റെയും പേരുകൊത്തിയ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ചെമ്പിന്റെയും നാണയങ്ങൾ. മാർക്കസിനെ പോലുള്ള വ്യാപാരികൾ കുരുമുളകിനു പകരം നൽകിയ അതേ നാണയങ്ങൾ. റോമിലെ വീഞ്ഞും ഒലിവെണ്ണയും കൊണ്ടുവന്നിരുന്ന ഭീമാകാരമായ കളിമൺ ഭരണികളായ ആംഫോറയുടെ ആയിരക്കണക്കിന് കഷ്ണങ്ങൾ. റോമൻ പ്രഭുക്കന്മാർ മാത്രം ഉപയോഗിച്ചിരുന്ന ടെറാ സിഗിലാട്ട എന്നറിയപ്പെടുന്ന മനോഹരമായ ചുവന്ന നിറത്തിലുള്ള കളിമൺ പാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ. പശ്ചിമേഷ്യയിൽ നിന്നുള്ള വർണ്ണ ഗ്ലാസുകൾ, പലതരം കല്ലുകൾ കൊണ്ടുള്ള മുത്തുകൾ, അക്കിക്കല്ലുകൾ. ഖനനം പുരോഗമിക്കുന്തോറും കഥ കൂടുതൽ വ്യക്തമായി വന്നു. പട്ടണത്തിൽ നിന്ന് കണ്ടെടുത്തത് വിദേശ വസ്തുക്കൾ മാത്രമല്ല, ഇവിടെ നിർമ്മിച്ച വസ്തുക്കളുടെ തെളിവുകളും കിട്ടി. മുറ്റുകളും കല്ലുകളും മിനുക്കി ആഭരണങ്ങളാക്കുന്ന വർക്ക്ഷോപ്പുകളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. ഇരുമ്പുരുക്കിയ ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കിയിരുന്നതിന്റെ തെളിവുകൾ കിട്ടി. നൂൽനൂറ്റ് തുണിയുണ്ടാക്കിയിരുന്ന ഉപകരണങ്ങളുടെ കഷ്ണങ്ങളും ലഭിച്ചു. ഇതിനർത്ഥം പട്ടണം വെറുമൊരു ഇറക്കുമതി കേന്ദ്രം മാത്രമല്ലായിരുന്നു, അതൊരു വലിയ നിർമ്മാണ കേന്ദ്രം കൂടിയായിരുന്നുവെന്നാണ്. ഇവിടെ നിന്നും സാധനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നു. ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകളിലൊന്ന് ഒരു പഴയ തുറമുഖത്തിന്റെ അവശിഷ്ടങ്ങളായിരുന്നു. പെരിയാറിന്റെ പഴയ കൈവഴിയുടെ തീരത്ത് തടികൊണ്ട് നിർമ്മിച്ച ഒരു പഴയ ബോട്ട് ജെട്ടിയുടെ ഭാഗങ്ങൾ അവർ കണ്ടെടുത്തു. അതിനോട് ചേർന്ന് ഒരു വലിയ വഞ്ചിയുടെ അവശിഷ്ടങ്ങൾ ചെളിയിൽ പൂണ്ട് കിടന്നിരുന്നു. തേക്ക് തടി കൊണ്ട് നിർമ്മിച്ച ഏകദേശം 6 മീറ്ററോളം നീളമുള്ളൊരു വഞ്ചിയായിരുന്നു അത്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് വഴി അതിന്റെ കാലപ്പഴക്കം നിർണയിച്ചപ്പോൾ അത് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് തെളിഞ്ഞു. അതായത് മുസിരിസിന്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു കപ്പലാണതെന്ന് തെളിഞ്ഞു. പട്ടണത്ത് നടന്ന ഖനനം പുസ്തകങ്ങളിൽ മാത്രം വായിച്ചെറിഞ്ഞ മുസിരിസ് എന്ന നഗരത്തിന് ഒരു ഭൗതികമായ രൂപം നൽകി. അത് വെറുമൊരു ഭാവനയായിരുന്നില്ല, അതൊരു യാഥാർത്ഥ്യമായിരുന്നുവെന്ന് ആ മണ്ണ് വിളിച്ചു പറഞ്ഞു. ഒരുപക്ഷെ മുസിരിസ് എന്ന തുറമുഖ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും തിരക്കേറിയ ഭാഗമായിരിക്കാം ഈ പട്ടണം. കച്ചവടക്കാർ താമസിച്ചിരുന്ന, സാധനങ്ങൾ നിർമ്മിച്ചിരുന്ന, കപ്പലുകൾ വന്നിരുന്ന ഒരു വ്യവസായ കേന്ദ്രം. കൊടുങ്ങല്ലൂർ ഒരുപക്ഷെ അതിന്റെ ഭരണസിരാ കേന്ദ്രമോ രാജകൊട്ടാരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമോ ആയിരുന്നിരിക്കാം. ചില ചരിത്രകാരന്മാർ ഇപ്പോഴും ഈ കാര്യത്തിൽ പൂർണ്ണമായി യോജിക്കുന്നില്ല. അവർക്കിടയിൽ ഇപ്പോഴും സംവാദങ്ങൾ നടക്കുന്നുണ്ട്. പട്ടണം തന്നെയാണോ മുസിരിസ്, അതോ മുസിരിസിന്റെ ഒരു ഭാഗം മാത്രമാണോ പട്ടണം എന്നൊക്കെയാണ് വിഷയം. എന്തു തന്നെയായാലും പട്ടണത്തെ മണ്ണുമാന്തലുകൾ ഒരു കാര്യം ഉറപ്പിച്ചു. 2000 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ ഈ തീരത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുകയും വ്യാപാരം നടത്തുകയും ചെയ്തിരുന്ന ഒരു കോസ്മോപൊളിറ്റൻ നഗരമുണ്ടായിരുന്നു. അവർ സംസാരിച്ച ഭാഷകൾ, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ഭക്ഷണം എല്ലാം ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഓരോ പിടി മണ്ണിലും ഒരു കഥയുണ്ട്, ഓരോ പാത്രക്കഷ്ണത്തിലും ഒരു ചരിത്രമുണ്ട്. നമ്മൾ കണ്ട മാർക്കസ് എന്ന റോമൻ വ്യാപാരി, അയാൾ നടന്നുപോയ തെരുവുകൾ ഒരുപക്ഷെ ഈ പട്ടണത്തിന്റെ തെരുവുകളായിരിക്കാം. അയാൾ താമസിച്ച വീടിന്റെ തറ ഒരുപക്ഷെ ഇപ്പോഴും മണ്ണിനടിയിൽ എവിടെയെങ്കിലും ഉണ്ടാവാം. ചരിത്രം എത്ര വിചിത്രമായാണ് ചിലപ്പോൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. വർഷങ്ങളായി കുട്ടികൾ കളിക്കാൻ ഉപയോഗിച്ചിരുന്ന മുത്തുമണികൾ ഒരു മഹാനഗരത്തിന് നഷ്ടപ്പെട്ടുപോയ ചരിത്രത്തിലേക്കുള്ള താക്കോലായി മാറുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? പട്ടണം ആ രഹസ്യം 2000 വർഷത്തോളം അതിന്റെ മണ്ണിൽ ഭദ്രമായി സൂക്ഷിച്ചു, ശരിയായ ആളുകൾ ശരിയായ ചോദ്യങ്ങളുമായി വരുന്നതുവരെ. പട്ടണത്തെ മണ്ണിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ ആ കഥകൾക്കും തിരക്കേറിയ വ്യാപാരത്തിനും സംസ്കാരങ്ങളുടെ ഒത്തുചേരലിനും ഒരവസാനമുണ്ടായി. അത് യുദ്ധം കൊണ്ടായിരുന്നില്ല, ഒരു സാമ്രാജ്യം തകർത്തുകൊണ്ടായിരുന്നില്ല. മുസിരിസിനെ ഇല്ലാതാക്കിയത് അതിനെ സൃഷ്ടിച്ച അതേ ശക്തിയാണ്, പെരിയാർ. നൂറ്റാണ്ടുകളോളം ഒരമ്മയെപ്പോലെ ആ നഗരത്തെ പരിപാലിക്കുകയും ലോകത്തിന്റെ നെറുകയിലേക്കുയർത്തുകയും ചെയ്ത അതേ പുഴ ഒരു നാൾ അതിന്റെ രൗദ്രഭാവം പുറത്തെടുത്തു. അതോടെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ആ മഹാനഗരം അപ്രത്യക്ഷമായി. നമ്മുടെ കഥ ഇപ്പോൾ 14-ാം നൂറ്റാണ്ടിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ 1341 വർഷത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് മാർക്കസിന്റെ കാലം കഴിഞ്ഞ്
1000-ലധികം വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. റോമാ സാമ്രാജ്യം തകർന്നിട്ട് നൂറ്റാണ്ടുകളായി. പക്ഷേ മുസിരിസ് അപ്പോഴും ഒരു പ്രധാന തുറമുഖമായി നിലനിന്നിരുന്നു. റോമാക്കാർക്ക് പകരം അറബികളും ചൈനക്കാരും മറ്റ് പല രാജ്യക്കാരും അവിടെ കച്ചവടത്തിനെത്തി. അതിൻ്റെ പ്രതാപത്തിന് പഴയത്ര തിളക്കമില്ലായിരുന്നിരിക്കാം, പക്ഷെ അപ്പോഴും അതൊരു ജീവനുള്ള തിരക്കുള്ള നഗരം തന്നെയായിരുന്നു. പെരിയാർ അപ്പോഴും വലിയ കപ്പലുകളെ അതിൻ്റെ നെഞ്ചോട് ചേർത്ത് തുറമുഖത്തേക്ക് നയിച്ചുകൊണ്ടിരുന്നു. ആ വർഷത്തെ മൺസൂൺ പക്ഷേ പതിവ് പോലെ ആയിരുന്നില്ല. തുടക്കം മുതലേ അതിനൊരു ഭ്രാന്തൻ സ്വഭാവമായിരുന്നു. ഇടവപ്പാതിയുടെ തുടക്കത്തിൽ സാധാരണ പെയ്യുന്ന മഴയായിരുന്നില്ലാതെ ആകാശം പൊട്ടിയൊലിക്കുന്നത് പോലെയായിരുന്നു. ദിവസങ്ങളോളം, ആഴ്ചകളോളം സൂര്യനെ കണ്ടതേയില്ല. രാവും പകലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇരുണ്ടുമൂടിയ അന്തരീക്ഷം. നിർത്താതെ പെയ്യുന്ന മഴയുടെ ശബ്ദം ഒരു ഗർജനം പോലെ ഗ്രാമങ്ങളിൽ മുഴങ്ങി. ആളുകൾക്ക് അതൊരു പുതുമയായിരുന്നില്ല. എല്ലാ വർഷവും മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകാറുണ്ട്. വെള്ളം കയറുമ്പോൾ അവർ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറും. വെള്ളം ഇറങ്ങുമ്പോൾ തിരിച്ചുവരും. അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. മഴയുടെ ശക്തി കൂടിക്കൂടി വന്നു. മലമുകളിൽ നിന്നും ഭീമാകാരമായ ഉരുൾപൊട്ടലുകളുണ്ടായി. മരങ്ങളും പാറകളും മണ്ണും ഒരുമിച്ച് പുഴയിലേക്ക് കുത്തിയൊലിച്ചു വന്നു. സാധാരണ കലങ്ങിമറിഞ്ഞൊഴുകുന്ന പെരിയാർ ഒരു ചെകുത്താനെ പോലെ കറുത്തിരുണ്ട് ഭയങ്കരമായ ശബ്ദത്തോടെ ആർത്തലച്ചു വന്നു. പുഴയിലെ ജലനിരപ്പ് അസാധാരണമായ വേഗത്തിൽ ഉയർന്നു. ആദ്യം പുഴയോരത്തെ കൃഷിയിടങ്ങൾ മുങ്ങി. പിന്നെ വീടുകളുടെ മുറ്റത്തേക്ക് വെള്ളം ഇരച്ചു കയറി. ആളുകൾക്ക് അവരുടെ വളർത്തുമൃഗങ്ങളെപ്പോലും രക്ഷിക്കാൻ സമയം കിട്ടിയില്ല. തുറമുഖത്തെ വ്യാപാരികളും തൊഴിലാളികളും ആശങ്കയോടെ പുഴയെ നോക്കി നിന്നു. അവരുടെ ജീവിതം മുഴുവൻ ആ പുഴയെ ആശ്രയിച്ചാണ്. സംഭരണശാലകളിൽ അടുത്ത കപ്പലിൽ കയറ്റി അയക്കാനുള്ള ചരക്കുകൾ നിറഞ്ഞിരിപ്പുണ്ട്. കുരുമുളകും ഏലവും ഇഞ്ചിയും തുണിത്തരങ്ങളുമെല്ലാം. വെള്ളം കയറിയാൽ അവയെല്ലാം നശിക്കും. അവർ തങ്ങളാൽ കഴിയുന്ന വിധം ചരക്കുകൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ വെള്ളത്തിന്റെ വരവിനു മുന്നിൽ അവരുടെ ശ്രമങ്ങളെല്ലാം നിഷ്ഫലമായി. അന്ന് രാത്രി മഴ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചു. ഭയങ്കരമായ ഇടിമുഴക്കത്തോടെ പെരിയാർ അതിൻ്റെ അതുവരെയുണ്ടായിരുന്ന തീരങ്ങൾ തകർത്ത് പുറത്തേക്കൊഴുകി. അത് വെറുമൊരു വെള്ളപ്പൊക്കമായിരുന്നില്ല. അതൊരാലിംഗനമായിരുന്നില്ല. അതൊരാക്രമണമായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി താൻ ഒഴുകിയിരുന്ന വഴി പുഴയ്ക്ക് തന്നെ മടിത്തുപോയതുപോലെ. മലവെള്ളപ്പാച്ചിലിന്റെ കുത്തൊഴുക്കിൽ പുഴയൊരു പുതിയ വഴി കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. കടലിലേക്കെത്താൻ എളുപ്പമുള്ള ഒരു പുതിയ വഴി. മുസിരിസ് എന്ന നഗരം ആ പുതിയ വഴിയുടെ നടുവിലായിരുന്നു. രാക്ഷസരൂപം പൂണ്ട പെരിയാർ മുസിരിസ് നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഒരു പുതിയ വഴി വെട്ടിത്തുറന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. അതിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് കെട്ടിടങ്ങൾ ഒന്നൊന്നായി നിലംപുത്തുന്നു. മരവും കല്ലും കൊണ്ട് നിർമ്മിച്ച സംഭരണശാലകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നു. അവയ്ക്കുള്ളിലെ വിലപിടിപ്പുള്ള ചരക്കുകളെല്ലാം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്നു. കരയിലടുപ്പിച്ചിരുന്ന ചെറുതും വലുതുമായ വഞ്ചികളെയും പത്തേമാരികളെയും പുഴയുടെ ഒഴുക്ക് എങ്ങോട്ടേക്കെന്നില്ലാതെ കൊണ്ടുപോകുന്നു. ചിലത് തകർന്ന് തരിപ്പണമാകുന്നു, മറ്റു ചിലത് ദൂരേക്കൊഴുകിപ്പോകുന്നു. ആളുകളുടെ നിലവിളികൾ മഴയുടെയും പുഴയുടെയും ഭീകരമായ ഗർജനത്തിൽ മുങ്ങിപ്പോകുന്നു. അതൊരു നഗരത്തിന്റെ മരണമണിയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം മഴയുടെ ശക്തി കുറഞ്ഞു. വെള്ളം പതുക്കെ ഇറങ്ങിത്തുടങ്ങി. ജീവൻ ബാക്കിയായവർ അവരുടെ ഒടിയിടങ്ങളിൽ നിന്ന് പുറത്തുവന്നു. അവർ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട മുസിരിസ് നഗരം അവിടെയില്ല. പകരം എങ്ങും ചെറിയും മണലും അടിഞ്ഞുകൂടിയ ഒരു ചതുപ്പ് നിലം മാത്രം. പല കെട്ടിടങ്ങളും പൂർണ്ണമായി മണ്ണിനടിയിലായി. പുഴയൊഴുകിയിരുന്ന പ്രധാന ചാല് എവിടെയായിരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പകരം ആഴം കുറഞ്ഞ നിരവധി കൈവഴികൾ മാത്രം. ഏറ്റവും വലിയ ദുരന്തം അതായിരുന്നില്ല. മുസിരിസിന്റെ ജീവനാടിയായിരുന്ന വലിയ കപ്പലുകൾക്ക് സുഗമമായി കടന്നുവരാൻ പാകത്തിന് ആഴമുണ്ടായിരുന്ന ആ അഴിമുഖം പൂർണ്ണമായി അടഞ്ഞുപോയിരുന്നു. തുറമുഖമെന്ന നിലയിലുള്ള മുസിരിസിന്റെ അന്ത്യം അതായിരുന്നു. അതിന്റെ വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞു. പ്രകൃതിയുടെ വികൃതി അവിടെയും തീർന്നില്ല. മുസിരിസിനെ ഇല്ലാതാക്കിയ അതേ പ്രളയജലം
തെക്കുഭാഗത്തായി കരയെ കീറിമുറിച്ച് കടലിലേക്ക് പുതിയൊരു വഴി കണ്ടെത്തി. അവിടെ വലിയൊരു കായലിനും കടലിനും ഇടയിൽ പ്രകൃതിദത്തമായ ആഴമേറിയ ഒരു പുതിയ തുറമുഖം രൂപപ്പെട്ടു. അതാണ് പിന്നീട് കൊച്ചിയെന്ന് പ്രശസ്തമായ തുറമുഖം. ഒരു വാതിൽ അടച്ചപ്പോൾ പ്രകൃതി മറ്റൊരിടത്ത് പുതിയൊരു വാതിൽ തുറന്നു. മുസിരിസിലെ വ്യാപാരികൾക്കും ജനങ്ങൾക്കും മുന്നിൽ അതോടെ വഴികളൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അവരുടെ തുറമുഖം മരിച്ചു. അവരുടെ ഉപജീവനമാർഗം ഇല്ലാതായി. ഇനി കച്ചവടം തുടരണമെങ്കിൽ അവർക്ക് പുതിയൊരു സ്ഥലം കണ്ടെത്തണമായിരുന്നു. പതിയെ പതിയെ ആളുകൾ മുസിരിസിനെ ഉപേക്ഷിച്ചു തുടങ്ങി. പലരും പുതുതായി രൂപപ്പെട്ട കൊച്ചി തുറമുഖത്തിനടുത്തേക്ക് കുടിയേറി. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ പതിയെ പതിയെ മുസിരിസിനെ മറന്നു. അവർ പുതിയ തുറമുഖമായ കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ടു. അങ്ങനെയാണ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പ്രതാപമുണ്ടായിരുന്ന ലോകഭൂപടത്തിൽ ഇടം പിടിച്ചിരുന്ന ഈ മഹാനഗരം ഒരു ഓർമ്മ മാത്രമായി ചുരുങ്ങിയത്. പെരിയാറിന്റെ ഒരു രാത്രിയിലെ ഭ്രാന്ത് ഒരു സംസ്കാരത്തെ മുഴുവനാണ് മണ്ണിനടിയിലാക്കിയത്. പിന്നീട് വന്ന തലമുറകൾക്ക് അത് കെട്ടുകഥകൾ നിറഞ്ഞ ഒരു സ്ഥലമായി മാറി. ആ മണ്ണിൽ ചവിട്ടി നടന്നവർ പോലും അറിഞ്ഞില്ല തങ്ങളുടെ കാലിനടിയിൽ ഉറങ്ങുന്നത് ഒരു കാലത്ത് ലോകത്തിന്റെ വാണിജ്യ സ്ഥിരാകേന്ദ്രമായിരുന്ന ഒരു നഗരമാണെന്ന കാര്യം. 1341 ആ മഹാപ്രളയത്തിൽ പെരിയാർ അതിന്റെ പ്രിയപ്പെട്ട നഗരത്തെ മണ്ണിനടിയിൽ പുതപ്പിച്ചുറക്കി. നൂറ്റാണ്ടുകളോളം ആ ഉറക്കം തുടർന്നു. മുകളിൽ പുതിയ ഗ്രാമങ്ങളുണ്ടായി, പുതിയ തലമുറകൾ വന്നുപോയി, പുതിയ റോഡുകൾ വന്നു. ജീവിതം അതിന്റെ പുതിയ വഴികൾ കണ്ടെത്തി. കാലിനടിയിൽ ഉറങ്ങുന്ന ആ വലിയ രഹസ്യത്തെക്കുറിച്ച് ആരും ഓർത്തതുപോലുമില്ല. മുസിരിസ് എന്ന പേര് പുസ്തകങ്ങളിലും ചരിത്രകാരന്മാരുടെ ചർച്ചകളിലും മാത്രമായി ഒതുങ്ങി. എന്നാൽ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടതുപോലെ പട്ടണത്തെ ആ ഉറക്കത്തിൽ നിന്ന് ചരിത്രകാരന്മാർ പതിയെ തട്ടിയുണർത്തി. ആ ഉണർവ് കുറെ പഴയ പാത്രകഷ്ണങ്ങളും നാണയങ്ങളും കണ്ടെത്തിയതിൻ്റെ ഒരാഘോഷം മാത്രമായിരുന്നില്ല. അതൊരു തിരിച്ചറിവായിരുന്നു. നമ്മുടെ ഈ നാടിൻ്റെ വേരുകൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ആഴത്തിലാണെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ്. ആ തിരിച്ചറിവിൽ നിന്നാണ് ആധുനിക കേരളം അതിൻ്റെ നഷ്ടപ്പെട്ടുപോയ പൂർവികന് ഒരു സ്മാരകം പണിയാൻ തീരുമാനിക്കുന്നത്. അതാണ് മുസിരിസ് പൈതൃക പദ്ധതി, മുസിരിസ് ഹെറിറ്റേജ് പ്രോജക്റ്റ്. ഈ പദ്ധതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു വലിയ കെട്ടിടവും അതിനുള്ളിൽ ചില്ലുകൂടുകളിൽ വെച്ച കുറേ പുരാവസ്തുക്കളുമായിരിക്കും. എന്നാൽ മുസിരിസ് പദ്ധതി അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. ഇതൊരു കെട്ടിടത്തിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു മ്യൂസിയമല്ല. ഇതൊരു മതിലുകളില്ലാത്ത മ്യൂസിയമാണ്. ഏകദേശം 150 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കൊടുങ്ങല്ലൂർ മുതൽ പറവൂർ വരെയുള്ള ഒരു വലിയ പ്രദേശത്ത് ചിതറിക്കിടക്കുന്ന ചരിത്രത്തിന്റെ തുരുത്തുകളെ ഒരുമിച്ച് കോർത്തെടുത്ത ഒരു വലിയ അനുഭവമാണ് ഈ പദ്ധതി. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഒരു സന്ദർശകൻ മുസിരിസ് കാണാൻ വന്നാൽ അവരൊരു പ്രത്യേക സ്ഥലത്തേക്ക് മാത്രമല്ല പോകുന്നത്, അവരൊരു യാത്ര തുടങ്ങുകയാണ്. പട്ടണത്തെ ഖനനം നടന്ന സ്ഥലം അവർ സന്ദർശിക്കുന്നു. അവിടെ ഗവേഷകർ കണ്ടെത്തിയ 2000 വർഷം പഴക്കമുള്ള ആ വീടിന്റെ തറയും ബോട്ട് ജെട്ടിയുടെ അവശിഷ്ടങ്ങളുമെല്ലാം അതേപടി സംരക്ഷിച്ചിരിക്കുന്നത് കാണാം. ഒരു ഇന്റർപ്രിട്ടേഷൻ സെന്ററിൽ അവിടെ നിന്ന് കിട്ടിയ ആംഫറൈഡ് കഷ്ണങ്ങളും റോമൻ ഗ്ലാസിന്റെ പൊട്ടുകളും അക്കിക്കല്ലിൽ തീർത്ത മുത്തുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നു.